രാഹുൽ വിഷയത്തിൽ മനം കവർന്ന് നേതാക്കൾ. രാഹുൽ വിഷയത്തിൽ ഉറച്ച നിലപാടുമായി ഇന്ന് എം ഹസൻ എത്തി. രാഹുൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ പാർട്ടി തീരുമാനം എടുക്കും മുമ്പേ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ സതീശന്റെ കൂട്ടുകാരികളായ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, ഉമ്മ തോമസ് എന്നിവർക്കെതിരെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശനവും നടത്തി. തുടക്കം മുതലേ അടൂർ പ്രകാശും രാഹുലിനെ ഒറ്റപ്പെടുത്താത്ത ചേർത്ത് നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കോൺഗ്രസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നേതാക്കൾ ഇതുപോലെ രാഹുലിന് പിന്തുണയുമായി വരട്ടെ. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. സാറേ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നന്മയെ തിന്മയായിട്ട് കാണുന്ന കാലമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കുക. നന്മ കാണുന്നത്, നന്മ പുറപ്പെടുവിക്കുന്നത്, അതെല്ലാം തിന്മയായിട്ട് കാണുന്ന മനുഷ്യരെ കുറിച്ച് എന്താ നമ്മൾ പറയുക? പച്ചമരത്തിനോട് ഇങ്ങനെയാകുമ്പോൾ ഉണക്കമരത്തിനോട് എങ്ങനെയാവും എന്നല്ലേ ദൈവം ചോദിച്ചത്. ഇപ്പൊ അതായത് ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല, എനിക്ക് വാക്കുകളില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതുപോലെ പുറത്താക്കിയിട്ട് യുവമാർ ഇപ്പം വീടുകൾ തോറും കയറി ഇറങ്ങുക, തങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാൻ. എന്ത് തോന്നി ഇത് കണ്ടിട്ട്? നിങ്ങളൊക്കെ അവരെ സ്വീകരിക്കുവോ, കോൺഗ്രസ്സുകാരെ? അവരുടെ പ്രതിച്ഛായയൊക്കെ അവർ തന്നെയല്ലേ നശിപ്പിച്ചത്. ഇനി അവരുടെ പ്രതിച്ഛായ പൊങ്ങി വരുവോ? ഇനി അവർക്ക് വോട്ട് ചെയ്യുന്നവർ വെറും മണ്ടന്മാരല്ലേ. ഇനി വോട്ട് ചെയ്തിട്ട് അവരെയൊന്നും കയറ്റാൻ കൊള്ളിയല്ല. പിന്നെ ഓണത്തപ്പനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതുപോലെ ചവിട്ടി താഴ്ത്തണം. ഞാൻ പേരാമ്പ്രന്നാ വിളിക്കുന്നത്. അല്ല, ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും പിന്നെ ഉമ്മാ തോമസ് ഓൾക്കെന്താ പ്രശ്നം ഇവനെ കൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട്? അല്ല, ഇവന് ഓരോ കാര്യം എടുത്ത് പറഞ്ഞാൽ പോരെ. ഇവനെന്താ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എടുത്തില്ലല്ലോ, പോലീസ് സ്റ്റേഷനിൽ എടുത്തു. ഇവനല്ലേ കോൺഗ്രസിന്റെ ശാപ. ഇവനക്കൊന്നും വോട്ട് ചെയ്ത് അടുത്ത തെരഞ്ഞെടുപ്പിനൊന്നും ജയിക്കില്ല. നിങ്ങൾ കണ്ടില്ലേ വടകര, ഞാൻ പേരാമ്പ്ര മേപ്പയ്യൂർ എല്ലാം പ്രകടനം നടത്തിയിട്ടില്ലേ? ഇങ്ങോട്ട് വന്നാൽ ബിന്ദു കൃഷ്ണയോ പിന്നെ ഇവനും വന്നാൽ ഞാൻ തോറ്റ് തൊപ്പിയിടിക്കും, അറിയോ? കോൺഗ്രസ് ഏലക്ക് പോട്ടെ എന്നുള്ള വിചാരം ഞങ്ങൾ നിങ്ങളുടെ മലബാർ മേഖലയിൽ നിന്ന് ഇപ്പൊ യുവമാര് വീട് സന്ദർശനം തുടങ്ങിയിട്ടുണ്ട്. ഈ യുവമാരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ വീടുകളിൽ വന്നാൽ നിങ്ങൾ യുവമാരെ സ്വീകരിക്കുവോ? ഞങ്ങൾ ഏടെ സ്വീകരിക്കുന്നു? ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയും ഷാഫി പറമ്പിന്റെ കൂടെ യുവ ആൾക്കാരോട് ഞങ്ങളുള്ളൂ. മറ്റേ കളവന്മാരാണ് പോയി തൊപ്പിയിട്ടോട്ടെ എന്ന് കുറെ കാലം തിന്നിക്കില്ലേ ഇവര്? തിന്ന മതിയെന്നറ. സാധാരണക്കാരെന്താ ഗുണം കിട്ടിക്കോട്ടെ. വല്ലാണ്ട് നകളിക്കുന്നുണ്ട് ഇവർക്ക് 10 വോട്ട് കിട്ടി. ഇവലെ കതറിന് ഉപ്പായിട്ട് ആരെയും കല്യാണം പോരല്ലോ, മരിച്ചെടുത്തിലൊന്ന് കാര്യം പോകുക എന്നല്ലാണ്ട് ഇവർക്കൊണ്ടെന്ന് ഗുണം. ഈ നമ്മളിപ്പോഴത്തെ ഒന്നും പറയാത്ത എന്തെങ്കിലും ആയോട്ടെ ചേർച്ച. ഈ ബിന്ദു കൃഷ്ണയ്ക്കും ഷാനിമോൾ ഉസ്മാനെല്ലാം ഇതിൽ കാര്യം ഓൾക്കെന്താ പ്രശ്നമുണ്ട് ഇതിനെക്കൊണ്ട്? ഉണ്ണിക്കുഞ്ഞെന്ന എന്റെ പേര്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പേരൂർക്കട മണ്ഡലം പ്രസിഡന്റ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു മനുഷ്യൻ കാണിക്കുന്ന ആ ഒരു ചങ്കൂറ്റ് രാഹുൽ മാങ്കൂട്ടത്തെ യവന്മാർ കൊല്ലാനിട്ട് കൊടുക്കില്ലായിരുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തെ യവന്മാർ കൊല്ലാനിട്ട് കൊടുക്കണം. ചങ്കൂറ്റത്തോടു കൂടി എടാ വിജയ എന്ന് വിളിച്ച് സമരത്തിന് നേതൃത്വം കൊടുത്ത ചെറുപ്പക്കാരനായാണ്. യവന്മാര് ചെയ്ത ഭയങ്കര വഞ്ചനയായിപ്പോയി. അത് തുറന്നു കാട്ടിയ സുനിൽ മാത്യുവിനോട് കോടിക്കണക്കിന് ആദരവും സ്നേഹവും ബഹുമാനവും എനിക്കുണ്ട്. കാര്യം എനിക്ക് ചെയ്യാൻ കഴിയാത്തതാണ് സാർ അത് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഒത്തിരി സ്നേഹമുണ്ട് സാറേ. പിന്നെ ഇവരെല്ലാം ഒറ്റ ചരടാണ്. ഒറ്റ ചരടാ സാറേ. ചരടായിട്ട് കൊണ്ട് ആ ചെറുപ്പക്കാരനെ അയാളുടെ ഭാവി തകർക്കാനായിട്ട് ചെയ്ത പണിയായിപ്പോയി. ഭയങ്കര സങ്കടമായിപ്പോയി. വ്യക്തമായിട്ട് ആ കാര്യത്തിൽ പ്രതികരിക്കണേ സാറേ, വ്യക്തമായ രീതിയിൽ. എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. കാര്യം അങ്ങനെ ഒരു ശക്തമായ ഒരു പ്രതികരണം ഉണ്ടായല്ലോ. നമുക്കോ ചെയ്യാൻ കഴിയത്തില്ല, നമുക്കിത് പിന്നെ പറയാനും പറ്റത്തില്ല. നമ്മളിനി അദ്ദേഹത്തിന് പിന്നെ അനുകൂലമായി നിന്നെന്ന് പറഞ്ഞാൽ UDF-നകത്ത് നമ്മളെയും വേണമെങ്കിൽ പുറത്ത് കളയാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ നമ്മൾ ജോസഫിന്റെ ആളല്ലേ, UDF-നകത്ത് വരുന്നതാണല്ലോ. ശ്രീഹാന്നാണ് എന്റെ പേര്. കൊല്ലം ജില്ല പുനലൂർ താമസിക്കുന്നു. പക്ഷെ ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. എനിക്ക് 45 വയസ്സുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയത്തിൽ ഒരുപാട് വർഷം കാലത്തോളം പഴക്കമുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ രാഹുലിനെ കുറിച്ച്, ഷാഫി പറമ്പില് രാഹുല്, ആ 2 വ്യക്തികളെ കുറിച്ചൊക്കെ അതുപോലുള്ള ഒരു നേതാക്കന്മാരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴും കേൾക്കുന്ന വാർത്തകളൊക്കെ ഒരുപാട് മനസ്സിന് പ്രയാസം വരുന്ന വാക്കുകളാണ്. എന്നാലും ഇന്നലെയും ഇന്നും കൊണ്ടൊക്കെ
കുറച്ചൊക്കെ മനസ്സിന് ആശ്വാസം നൽകുന്ന വാർത്തയും കേൾക്കുന്നുണ്ട്. ഒരുപാട് ചാനൽ ചർച്ചയിലൂടെയൊക്കെ ഈ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കിയ 2-3 വ്യക്തികളാണ് അവരൊക്കെ. ഒരു കുടുംബത്തിലുള്ളവരെ കുറിച്ച് തന്നെ നമ്മൾ തെറ്റായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആരെയും വിമർശിക്കുന്നില്ല എന്നേ ഉള്ളൂ. എനിക്ക് പലപ്പോഴും ഈ മാങ്കൂട്ടത്തിന്റെ നമ്പരൊക്കെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അവരെ ഒരു അങ്ങനെ ഒക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്തും കോൺഗ്രസിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ ഇവരെ നമ്പരൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ അന്ന് ചിന്തിക്കാറുണ്ട്. ഇപ്പോഴും അതെ, എന്തെങ്കിലും ജീവിതത്തിൽ ആ നമ്പരൊന്ന് കിട്ടാനോ അല്ലെങ്കിൽ ഒന്ന് നേരിൽ കാണാനോ ഒക്കെ സാധിച്ചിരുന്നെങ്കിലെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയോട്, നേതാവിനോട് നിങ്ങൾക്ക് വിദ്വേഷമോ വെറുപ്പോ ഉണ്ടോ? ഈ ചാനൽ ചർച്ച തുടങ്ങിയ കാലം തൊട്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പോ എനിക്ക് സ്നേഹവും ബഹുമാനവും അല്ലാതെ ആ വ്യക്തിയോട് ഒരു രീതിയിലുള്ള ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റ് യാതൊരു തരത്തിലുള്ള വെറുപ്പോ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഇപ്പോഴെന്താ പുള്ളി ഒരു കുറ്റവും നമ്മൾ അറിയിച്ച ഒരു കുറ്റവോ ഒരു വെറുപ്പിക്കുന്ന വാക്കുകളോ ഒന്നും ഇല്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ലേ. പുള്ളിയെ കുറിച്ച് ആരും ഒന്നും ഒരഭിപ്രായവും തെറ്റായിട്ട് പറയാൻ ആർക്കും ഇല്ല. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ പ്രവൃത്തിയോട് യോജിക്കുന്നോ വിയോജിക്കുന്നോ? രാഹുലിന്റെ ഈ പ്രശ്നത്തോടു കൂടി കോൺഗ്രസ് പാർട്ടിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇല്ലാന്ന് തീർത്ത് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് നമ്മൾ ഈ പാർട്ടിയോട് നിൽക്കേണ്ടത്. എന്ന് വെച്ചാൽ രാഹുൽ ഇത്രയും ഒരു കോൺഗ്രസ് പാർട്ടിയോട് ആനുകൂല്യങ്ങൾ കാണിച്ചിട്ടും മറ്റ് എല്ലാവർക്കും വേണ്ടിയും ഒറ്റയ്ക്ക് പൊരുതി നിന്നിട്ടും പുള്ളിക്ക് ഒരു പ്രശ്നം വന്നപ്പോഴും എല്ലാവരും ഇട്ടിട്ട് പോയല്ലോ എന്നുള്ളതാണ്. 2 ദിവസം കൊണ്ട് എന്തുമാത്രം മനസ്സ് പ്രയാസപ്പെട്ട് കാണും. എന്നിട്ട് അതൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഈ കോൺഗ്രസിന്റെ ഒരു പാർട്ടികൾ മുന്നോട്ട് വന്നില്ലെന്നുള്ളതാണ്. എൻ്റെ പേര് ജെയിംസ് ആണ്. വീട്ടിലൊരു കുടിലിൽ ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലാണെങ്കിലും ചെറുപുഴ കണ്ണൂർ ജില്ലയുടെ ഇങ്ങേറ്റം ചെറുപുഴ അടുത്താണ്, പുഴയ്ക്കകരത്ത് എന്ന് പറഞ്ഞാൽ പുഴയ്ക്ക് ഇക്കരെ ആയതുകൊണ്ട് കാസർഗോഡ് ജില്ലയായി പോയെന്ന് മാത്രമേ ഉള്ളൂ. കമ്പല്ലൂർ കൊല്ലാടാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഈ വാർത്തകളെല്ലാം കേട്ടു. നമ്മുടെ KM മണി സാറിനെ CPM-കാർ ചതിച്ചു, കള്ളക്കേസ് കൊടുത്തു, കോഴക്കേസ് പറയും. ആ ഫസ്റ്റിലെ തുടങ്ങിയത് കോൺഗ്രസ്സുകാർക്കിട്ട് കൊടുത്തത് KM മണിയെ പിടിച്ചു ഒതുക്കി. അതിനുശേഷം പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ പെണ്ണ് കേസിന്റെ പേരില് സരിതയുടെ പേരും പറഞ്ഞ് ഇറക്കി. എല്ലാത്തിലും ഈ കോൺഗ്രസ്സുകാർ പുറകെ നിന്ന് കളിച്ചത് കൊണ്ടാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാർ തന്നെ, അതിനകത്ത് ഈ രമേശ് ചെന്നിത്തലയും BD സതീശനും വളരെ കാര്യക്ഷമമായിട്ട് CPM-നോട് കൂടെ ചേർന്നുകൊണ്ടാണ് ഈ മനുഷ്യനെ കരിവാരത്തേക്കാൻ കൂട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ സ്ഥാനം പോയാൽ ഇവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യനെ ഇത്രയും ചെയ്ത് പുറകിൽ. അതിന്റെ സത്വമാണ് പറഞ്ഞത്, അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അത്രയും വേദനകരമായി ഉമ്മൻചാണ്ടി സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു കാര്യത്തിൽ എല്ലാ ജനത്തിനും നന്മ മാത്രം ചെയ്തിട്ടും ആ മനുഷ്യനെ CPM-കാർ വാരി കോരി എന്ന് പറഞ്ഞാൽ ചെളി വാരി എറിഞ്ഞു, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ആക്രമിക്കുമ്പോഴും പിന്നെ നമ്മുടെ കോൺഗ്രസ് മറ്റുള്ള അണികൾ CPM-ന് അനുകൂലമായി സംസാരിക്കുകയും രാജിയേൽപ്പിക്കാനുള്ള രീതിയിൽ എല്ലാ തരത്തിലും പ്രകോപനം ഉണ്ടാക്കി കൂടെ ഒന്ന് കുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. ഇപ്പോൾ അതേ വാക്ക് തന്നെയാണല്ലോ നമുക്കിപ്പം വന്നിരിക്കുന്നത്, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് വന്നിരിക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിലെ പെട്ടിക്കേസിലെ ആ പെട്ടി കൊണ്ടുപോയി പഴംകൊണ്ടെന്നുള്ള പിടിക്കാൻ പറ്റിയില്ല. അവർ പലതരത്തിലും നോക്കി രാഹുലിനെ ഒതുക്കാൻ വേണ്ടി. അതിനുശേഷം നിലമ്പൂരത്തെ പരിപാടിയിലെ പോയപ്പം ഷാഫി പറമ്പിലും മാങ്കൂട്ടം കൂടെ പോകുമ്പോൾ അവരുടെ വാഹനം തടഞ്ഞു വെച്ച് പോലീസിന്റെ പ്രത്യേക പരിശോധന നടത്തിയിട്ട് ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു വിട്ടു. ആ പെട്ടി പരിശോധിച്ചിട്ട് പോയാൽ മതി രാഹുൽ ഇവരാവശ്യപ്പെട്ടപ്പോൾ അവർ അവിടെ അവസാനം തുറന്നു നോക്കി. അല്ലെങ്കിൽ ഇവർ അത് പരിശോധിച്ച് ക്ലിയർ ആയില്ല, ഞങ്ങൾ കണ്ടില്ല, പരിശോധിച്ചില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഒരു കള്ളം പറയും പോലീസുകാർ. അതുകൊണ്ട് അവർ അത്ര ആവശ്യപ്പെട്ടപ്പോൾ അതും ഇവരുടെ ഭാഗത്ത് ശരിയായിട്ട് തെളിയിച്ചെടുക്കാൻ രാഹുലും മാങ്കൂട്ടത്തിന് സാധിച്ചു. ഇന്നിപ്പം ഈ പെണ്ണ് കേസും CPM-കാർ മനഃപൂർവ്വം ഏത് കോൺഗ്രസ് ആണോ പൊങ്ങി വരുന്ന അല്ലെങ്കിൽ ഉയരാൻ സാധ്യതയുള്ള അവരെ തലച്ചടിച്ച് ഇല്ലായ്മ ചെയ്യാൻ അവർ ശ്രമിച്ചു. അതിന് കോടികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകട്ടാണല്ലോ ഈ പെണ്ണുങ്ങളെല്ലാം ഇറങ്ങിയിരിക്കുന്നത്. ഈ എൻ്റെ ഭാഷ പറഞ്ഞ തരവഴി എല്ലാവരും മാന്യമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടികളും ഇതുപോലത്തെ പണിക്ക് ഇറങ്ങത്തില്ല. നാട്ടുകാരുടെ മുമ്പിലും TV-യിലും പറയണമെങ്കിൽ അത്രയ്ക്കും തരം താഴ്ന്ന പറയുള്ളൂ. അത് പൈസയ്ക്ക് വേണ്ടിയേ പറയുള്ളൂ, അല്ലാതെ ആരും പറയല്ല. പക്ഷേ എങ്കിൽ അതിൽ കൂട്ടു നിൽക്കാൻ അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും വേണുഗോപാലൊക്കെ പറയുന്നത് ശരിയല്ല, തെറ്റായ വളരെയധികം മോശമാണ്. സിഡ്നിയിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ലിസി. ഞാൻ സിഡ്നിയാണ് വിളിക്കുന്നത്. 30 വർഷമായിട്ട് ഇവിടെയാണ്.
എനിക്ക് രാഷ്ട്രീയമില്ല. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ ഒരു ഞാൻ കോൺഗ്രസ് അല്ല, CPM അല്ല, ഞാൻ ഒന്നുമല്ല, BJP ഒന്നുമല്ല, എനിക്ക് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു TV ഡിബേറ്റ് കാണാൻ തുടങ്ങിയത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഉശിരുള്ള ഒരു ചെറുപ്പക്കാരന്റെ പ്രസംഗവും അയാളുടെ ഒരു വാക്ചാതുര്യമൊക്കെ കണ്ടതുകൊണ്ടാണ്. ഇപ്പം അയാൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ കത്തുന്നുണ്ടല്ലോ. അതിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എനിക്കുണ്ട് 2 ആൺമക്കളെ. നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പെണ്ണുങ്ങളെല്ലാം എല്ലാ കൺസെന്റോടുകൂടി ഒരുമിച്ച് ലിവിങ് ടുഗദർ ആണല്ലോ അവിടുത്തെ ട്രെൻഡ്, വിദേശങ്ങളിലെ കടമെടുത്തേക്കുന്നത്. പക്ഷെ ഇവിടെ ലിവിങ് ടുഗദർ ഉണ്ട്. പക്ഷെ ഇവിടെ ആരും പിന്നീട് പോയിട്ട് പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ് 3-4 വർഷം പോകത്തില്ല, ചാനലിൽ കയറി എന്ന് പറയാനും പോകത്തില്ല. അവര് ഇഷ്ടമില്ലെങ്കിൽ അവരങ്ങ് സമാധാനമായിട്ടങ്ങ് വേർപിരിയും, അത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ 3-4 വർഷം കഴിയുമ്പോൾ കയറി ഇരുന്നുകൊണ്ട് ഈ വക പീഡിപ്പിച്ച് എന്നെ റേപ്പ് ചെയ്ത് എന്നുള്ളതാണല്ലോ പിന്നീട് വരുന്ന കേസ്. അതാണല്ലോ അങ്ങോട്ട് പേരിൽ വന്നേക്കുന്നത്. വളരെ വിഷമം തോന്നുന്നു. നല്ലൊരു സ്മാർട്ടായിട്ടുള്ളൊരു ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. I don't think he done that. I don't think he did anything wrong. I think it's all, just making it up, just fabricated stories. അതുപോലെ ഈ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് ഈ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ ചെയ്ത ആ ഒരു പ്രവൃത്തിയോട് എന്ത് തോന്നുന്നു? എക്സാക്ട്ലി, അവരത്രയും മോശമായ രീതിയിൽ ക്രൂരമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. കോൺഗ്രസിന് ഒരിക്കലും ഇനി പവർ കിട്ടത്തില്ല, ഇനി ഒരിക്കലും അവർക്ക് അധികാരത്തിൽ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇക്കണക്കിനാണ് അവരുടെ പോക്കെങ്കിൽ. അയാൾക്ക് അസൂയ കൊണ്ട് ചെയ്ത ഈ ചെറുപ്പക്കാര്, അതായത് ആൺകൂട്ടത്തിനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഈ TV രാഷ്ട്രീയം ഇല്ലാത്ത വ്യക്തിയാണ്, രാഷ്ട്രീയത്തിൽ ഡിസ്കഷൻ കാണാറില്ല. പക്ഷെ TV അത് എന്തെങ്കിലും ഒന്ന് കണ്ടു തുടങ്ങിയെങ്കിൽ തന്നെ ഇതുപോലുള്ള, അതായത് കുറച്ച് ചെറുപ്പക്കാരിപ്പോ ഉണ്ടല്ലോ, ഷാഹിദ് പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അഭിൻ വർക്കി, VT ബൽറാം, അങ്ങനെ കുറച്ച് പേര്, പിന്നെ മാത്യു കുഴനാടൻ, ഇങ്ങനെയുള്ളവരൊക്കെ വന്ന് ഡിസ്കഷനിൽ ഇരിക്കുമ്പോഴാണ് ആകെ ഞാനിത് കാണുന്നത്. കാരണം പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ, കാരണം എത്രയോ ഇന്റലിജന്റ് ആയിട്ടാണ് അയാൾ ഓരോ ഡിബേറ്റിലും പങ്കെടുക്കുന്നത്, ഓരോ ഡിസ്കഷനിൽ അയാളുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള യങ് മാൻ. അയാൾ തെറ്റ് ചെയ്തോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ലേ, ചെയ്യില്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാം സ്റ്റോറീസ് ആണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ അയാൾ അഥവാ തെറ്റ് ചെയ്താൽ തന്നെ ഒരു ലീഡർ എന്ന നിലയ്ക്ക് അവർ ചേർത്ത് പിടിച്ചത് ശരിയാണോ തെറ്റാണോ എന്നറിയുന്നത് വരെ അയാൾക്കെതിരെ റിയാക്ഷൻ ചെയ്യാൻ പാടില്ലല്ലോ. ചാടി കയറി അങ്ങോട്ട് അയാളെ സസ്പെൻഡ് ചെയ്യുന്നു, അയാളെ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു, MLA സ്ഥാനം ഒഴിയണം എന്ന് പറയുന്നു. അതൊന്നും ശരിയായിട്ടുള്ളൊരു ഇടപാടല്ലോ. അപ്പം ശരിക്കും കോമൺ സെൻസ് വെച്ച് എനിക്ക് തോന്നിയത് അവർ റോങ് ആണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും. ആകെ ഉണ്ടായിരുന്ന ഒരു എന്താണ്, ഒരു സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, ആ വ്യക്തി കുറച്ചുകൂടെ സാമർത്ഥ്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നു തോന്നുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഉള്ളവരൊക്കെ ഒരു ഗുണമില്ലാത്ത പോലെ. അപ്പൊ ഇവർക്ക് അസൂയ കൊണ്ട് ഇനി അവർക്കൊക്കെ എല്ലാവർക്കും CM ആണല്ലോ, എല്ലാവർക്കും CM ആകാനുള്ള കൊണ്ടേ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയാണേലും VD സതീശൻ, അവർക്ക് അങ്ങോട്ട് വേഗം കയറി ആകും. കോൺഗ്രസ് അങ്ങോട്ട് അധികാരത്തിൽ വരും അടുത്ത പ്രാവശ്യം, എന്നിട്ടും ഇവർക്ക് അങ്ങോട്ട് ആകാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് ഇവൻ ഞങ്ങൾ പറയുമായിരുന്നു, I think he is going to be ചീഫ് മിനിസ്റ്റർ വൺ ഡേ. അങ്ങനെയുള്ള ഒരു കഴിവ്, ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ഇപ്പം വലിച്ചു താഴെ ഇടുന്നത്. ഇന്നലെ 2-3 വനിതാ നേതാക്കളെ, ഇവളുമാര് എവിടുന്ന് എപ്പോ ഇറങ്ങി വനിതാ നേതാക്കളാ? ഈ ഉമാദേവി എന്ന് പറയുന്നവള്, അവള് ജയിക്കാൻ വേണ്ടി ഈ കൊച്ചി ചെറുക്കന് എന്ത് കിടന്ന് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചെന്നുള്ളത് ചാനൽ കണ്ട ഞങ്ങൾക്കെല്ലാം അറിയാം. ഇവിടുത്തെ MLA ആയപ്പോഴത്തേക്ക് ഇവർക്ക് എന്തോ ക്ഷീണം വന്ന് സ്ത്രീകളെ അപമാനിക്കാന്. ഇവിടെ ഒരു മോനെ വല്ല പെണ്ണുങ്ങളെ പിഴപ്പിച്ചു കൊണ്ടുവന്നാൽ ഇവളങ്ങ് വീട്ടിൽ നിന്ന് പുറത്തങ്ങ് ഇറക്കൂ, പുറത്തങ്ങ് തള്ളി കളയൂ. സ്ത്രീത്വത്തെ മാനിക്കുന്നവളാണെങ്കിൽ ഇവിടെ ഒരു കൊച്ചിനെ പഠിപ്പിച്ചുകൊണ്ട് വന്നാൽ ഇവളങ്ങ് വീട്ടിൽ നിന്ന് പുറത്തെ മോനെ അങ്ങ് ഇറക്കൂ. ഞാൻ ചോദിക്കട്ടെ. അതുകൊണ്ട് തന്നെ ബിന്ദു കൃഷ്ണ, ഫാനി ഉസ്മാൾ, ഇവളൊക്കെ 1-2 വട്ടം അവിടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞൊറിഞ്ഞ് സ്ഥാനാർത്ഥിയായി കിട്ടിയതല്ലേ. സ്ത്രീത്വത്തെ മാനിക്കുന്നവർ ഇപ്പുറത്തുള്ളവന്മാർക്ക് സ്ത്രീത്വത്തെ മാനിക്കുക, അവന്മാർ പറയുന്ന രീതി അവളുമായി കൊണ്ടു കിടക്കുക. ഇവിടെ മാത്രം ഒരു കേസുമായില്ല, ഒരു അവനെപ്പറ്റി ഒരു പെണ്ണ് പറഞ്ഞതല്ലാതെ അവന്റെ പേരിലൊരു കേസില്ല, ഒരു വഴക്കില്ല, ഒന്നുമില്ല.
അവനെ സംസാരിക്കാൻ ഇവന്മാർ ഇടം കൊടുക്കാതിരുത്തിട്ട് ഉമാതോ മെമ്പർ പറയുന്നു അവന് മൗനം പാലിക്കുന്നത് കൊണ്ട് ഇതെല്ലാം ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാജിവെക്കണം, ഇല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ക്ഷീണം. എൻ്റെ സാറേ, ഈ കോൺഗ്രസ്സിലുള്ള എനിക്ക് 70 വയസ്സുണ്ട്, എല്ലാ ചരിത്രങ്ങളും എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ അത്രയും കോൺഗ്രസിനെ സ്നേഹിച്ചതുകൊണ്ട് സഹിക്കാൻ വയ്യാഞ്ഞുകൊണ്ട് വരാം. ഇവളൊക്കെ ഈ MLA ആവാൻ പെട്ട പാടി ചെറുക്കനൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടതും പ്രേമിച്ചതും എല്ലാം നമുക്കറിയാം. എവിടെ മോനെ ഏതെങ്കിലും ഒരു ഇവിടെ വീട്ടിൽ നിന്ന് വെളിയിൽ കളയോ ഇവള്? ഞാൻ ചോദിക്കട്ടെ, ഇവളൊരു തള്ളേറെ സ്ഥാനത്ത് അല്ലെ ഒരു പെങ്ങന്മാരുടെ സ്ഥാനത്ത് പിന്നെ രമ, അവൾ ഇന്നലെ വന്ന് കയറിയവളാ. അവളവിടെ പറയുന്ന ആര് കാര്യമാക്കുന്നത്? അവളിപ്പോൾ RMPന്ന് വന്നു, ഇവർ സഹായിച്ചു, അവൾ കയറിയിരുന്നപ്പോൾ അവൾക്ക് നാക്കും വായും ഒക്കെ കൂടുതലാണ്. അതിനും ഇവർ സഹായിച്ച് അവളെ പിറ്റി MLA ആക്കി. അപ്പോഴേ ഇവരുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പുറത്ത് പോയാൽ അവരെ അങ്ങ് പുറത്ത് കളയുവാടാ, ഇനി എൻ്റെ വീട്ടിൽ കയറരുത്, നീ പോയെങ്കിൽ പോയ വഴിപ്പോന്ന് പറയും. ഇവർ പെങ്ങന്മാരുടെ സ്ഥാനത്ത് നിന്ന് ഇവനെ ചേർത്ത് പിടിച്ച് ഇവന്മാർക്ക് ഈ മുതുക്കന്മാർ, ഈ കോൺഗ്രസിലെ കിളവൻ എന്ന് പറഞ്ഞ മുതുക്കന്മാർ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തള്ളയുടെ സ്ഥാനം, ഒരു പെങ്ങടെ സ്ഥാനം, അല്ലെങ്കിൽ ഒരു ചേട്ടത്തിയുടെ സ്ഥാനം കൊടുത്ത് ഈ കൊച്ചു ചെറുക്കനെ അടുപ്പിച്ച് നിർത്താനുള്ളതിന് വനിത ഇവളൊക്കെ എന്നാ വനിതാ നേതാക്കളെ? ഞാൻ വിളിക്കുന്നത് എറണാകുളം ജില്ലയിൽ കുന്നത്താണ് താലൂക്കിന്നാണ്. എൻ്റെ പേര് അബൂബക്കർ. നമ്മുടെ ഈ കോൺഗ്രസ് പാർട്ടിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ കൂടി ആണ് ഇപ്പൊ ഈ പ്രകാരം ഈ പോരാട്ടങ്ങൾ കാണിക്കണം. ഈ പ്രകാരം ഈ ഒച്ചപ്പാടും ബഹളവും ഈ പോരാട്ടമൊക്കെ കാണിക്കണ ഈ VD സതീശനാ. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ രാജീവ് ഗാന്ധി ആ മനുഷ്യന്റെ പെങ്ങളും ഈ യാത്രയൊക്കെ നടത്തി ഈ കഷ്ടപ്പെട്ട് ഈ കോൺഗ്രസിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി നടന്നാൽ ഈ കേരളത്തിലെ യുവമാർ ഒരിക്കലും ചുവാവില്ല. ഇവര് ഈ കട്ടുതീറ്റയും ഈ ഒറ്റിക്കൊടുക്കും ഈ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ നടക്കണം. രാഹുൽ ഗാന്ധിനെ വിളിച്ചിട്ട് പറ, ഈ കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടി നടക്കുകയാണെങ്കിൽ ഈ പരമ ചെറ്റകളെ പള്ളി കളഞ്ഞിട്ട് ഇവരെ മാറ്റിയിട്ട് കേരളത്തിൽ ഇതിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നല്ല നേതാക്കന്മാരെ നിർത്തിയിട്ട് ചെയ്യാൻ പറ. ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കൂട്ടോ ആ നിരപരാധികളെയൊക്കെ വെറുതെ ഇട്ട് ക്രൂശിച്ച് നാണം കെടുത്തി അവർക്കൊക്കെ വീടും കുടുംബവും മാതാപിതാക്കളൊക്കെ ഉള്ളതല്ലേ. എന്താ ദിവസവും ഈ മൊബൈലിങ്ങനെ ഒരേ ന്യൂസിലിട്ടെങ്കിലും കാണിക്കണേ. ഇതിനൊക്കെ കാരണം ഈ VD സതീശനാ. ഇവർ ഈ ഒറ്റ കൊടുക്കാനും അവരുടെ പോക്കറ്റ് പൂരിപ്പിക്കാനും ഈ ഖത്തറിന്റെ ഷർട്ട് തുളിയാതെ നടക്കാനും അവർ പഠിച്ചിട്ടുള്ളൂ. രാഷ്ട്രീയത്തിന് വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയൊന്നും, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ കോൺഗ്രസിന് വേണ്ടിയൊന്നും അല്ല ഇവന്മാർ പ്രവർത്തിക്കണേ. ദൈവത്തോർത്ത് ഈ രാഹുൽ ഗാന്ധിനെ വിളിച്ചിട്ട് സാറ് എന്ന് പറ, നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ സംസാരിക്കാറിയാലോ, സാറ് പറ യുവമാരൊക്കെ പുറത്താക്കി കളയാൻ. യുവമാരൊക്കെ ഈ കേരളത്തിൽ ഇവർക്കൊക്കെ ഒരു സ്ഥാനം കൊടുത്ത് വച്ചുകൊണ്ടിരുന്ന ഈ കേരളത്തെ തന്നെ ഇവർ നശിപ്പിച്ചു കളയും. അപ്പൊ ദൈവത്തോർത്ത് സാറ് ഈ രാഹുൽ ഗാന്ധിനെ വിളിച്ചിട്ട് വിവരം പറ, യുവമാരൊക്കെ എടുത്ത് പള്ളി കളയാൻ പറ. ഇവരൊക്കെ വെറും ചെറ്റകളാണ്, അത്തരം പോകിരിത്തര ഇവർ കാണിക്കണേ. ഇവനെ ഒറ്റ ഒരുത്തം കാരണം ഇപ്പൊ ഈ പോലെ കാലങ്ങൾ മുഴുവൻ നടക്കണേ. എന്താ കാണിക്കണേ? ഒരു മനുഷ്യനല്ലേ. ഇപ്പൊ ഇത് തെറ്റ് ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇല്ലാതെ സാറേ. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും തെറ്റുകുറ്റങ്ങളുള്ള ആൾക്കാരുണ്ട്. ഈ കാണിക്കണമൊക്കെ വളരെയേറെ മോശമായ കാര്യങ്ങളാണ്. ഒരു കുടുംബം, ഞാനും എനിക്കും മക്കളും ഭാര്യയും കുടുംബമൊക്കെ ഉള്ളവനാ. നമുക്കും പുറത്തിറങ്ങി നടക്കണ്ടേ? മാനക്കേടില്ലേ? നാണാവൂലേ? ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ ഇട്ട് ഉള്ള ചാനലുകാർ മുഴുവൻ ഇങ്ങനെ താറടിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനൊക്കെ കാരണക്കാരൻ ഈ VD സതീശൻ ഒറ്റ ഒരാളാ. കളമശ്ശേരി എന്ന് വിളിക്കുക. ജൂലിയറ്റ് സാറിന്റെ ചാനലൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. നല്ലൊരു പ്രോഗ്രാം ചെയ്യണത്. എനിക്കൊരു രാഷ്ട്രീയവുമില്ല. ഞാൻ വോട്ട് ചെയ്യണത് നമ്മളുടെ അടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരോ നല്ലത് അവർക്കാണ് ഞാൻ വോട്ട് ചെയ്യാറുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് ചെയ്തത് തന്തയില്ലായ്മ തരം തന്നെ. അതുകൊണ്ട് ആ പയ്യനോട് പറ്റുമെങ്കിൽ സാറ് പറയുക, സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ച് മുഖ്യമന്ത്രിയാ പ്രധാനമന്ത്രിയാ ആരെങ്കിലും ആകാൻ വേണ്ടിയിട്ട് അവനോട് പറയുക. ഈ മണ്ണുണാഞ്ചന്മാരെയൊന്നും ഇതിന്റെ പിന്നാലെ പോകണ്ടെന്ന് പറയുക. ഇവിടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പൊന്നു സുനിലെ, അതിന്റെ കൂടി ഈ രമേശ് ചെന്നിത്തലേനെയും പിന്നെ സതീശിനെ ഈ ഗർഭിണിയായ രണ്ടിനെയും കൂടി വഹിക്കേണ്ട നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ ദയനീയം തന്നെയായിരിക്കും. അതുകൊണ്ട് ആ ചെക്കനോട് സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ച് നല്ലൊരു പദവിയിൽ അവനോട് എത്താൻ പറയുക. സതീശൻ പറഞ്ഞത് ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി എടുത്ത നടപടിയാണെന്ന്. സ്ത്രീകളുടെ പ്രതികരണം എന്താ? എന്റെ പൊന്നു കൂടപ്പുറപ്പെ, സ്ത്രീകൾ ഇവനെ കണ്ടാൽ തന്നെ ഇവന് ഊളയാണെന്ന് അറിയാമല്ലോ. ഈ രണ്ടും ഊളയാണെന്നറിയാം. ഈ ഊളകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ അതിലും സ്ത്രീകൾ കേരളത്തിലുള്ള ജനങ്ങൾ ഒന്നടങ്കം ആത്മഹത്യ തന്നെയാണ് നല്ലത്. ഇവിടെ നമ്മള് പിണറായിനെ കൊണ്ടേ പൊറുതി കൂട്ടി.
അതിൻ്റെ ഇടയിലാണ് ഈ ഉളകൾ കയറാൻ പോണത്. അതുകൊണ്ട് എൻ്റെ പൊന്നും സുനിലെ കൂടപ്പുറത്തെ എന്തെങ്കിലും താങ്കൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവന് നല്ലൊരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. സ്വതന്ത്രനായിട്ട് നിന്ന് അവനോട് അവൻ്റെതായ ആ ഭാവിയിലേക്ക് കടന്നു പോകാൻ പറയുക. കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ പറയുക. ഇത് തൃശ്ശൂരിൽ നിന്ന് ഗ്രേസിയാണ്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ട് പറയുന്നത് നല്ല പൊന്നു മോനവൻ, മനസ്സിലായ? ഇവിടെ കുറെ താടകന്മാര് വേഷം കെട്ടായിട്ട് നടന്നിട്ടുണ്ട്. ആ കുട്ടീനെ മനഃപൂർവ്വം ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ടാണ് ഇവളുമാര് ഒരുങ്ങിയിരുന്നത്. ഇതിന് പിന്നിലെ ഈ CPM-ഉം പാർട്ടിക്കാരും, മനസ്സിലായി? അത് മനസ്സിലാക്കണം. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എങ്ങനെയായാലും ഒരു സംരക്ഷണം എടുക്കണം ആ പൊന്നുമോന് വേണ്ടിയിട്ട്. വളരെ വേദനയോട് കൂടിയിട്ടാ പറയണേ. ഞാനിത് സ്ഥിരമായിട്ട് കാണുന്നത്. ഞാൻ ഇപ്പൊ ന്യൂസ് തന്നെ വയ്ക്കുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാരെയും ഈ BJP-കാരെയും അവരുടെ നേതാക്കന്മാരെ എന്തൊക്കെ ചെയ്തു. ഇതൊക്കെ നമ്മുടെ നേതാക്കന്മാർക്ക്, ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് വിളിച്ചു പറയാൻ പറ്റില്ലേ? അവരെ വായിൽ പഴാണോ? എന്തൊരു കഷ്ടാണോ നോക്ക്. ഇത്ര നല്ലൊരു ചെറുപ്പക്കാർ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണ് ഈ കോൺഗ്രസിന്റെ ഐശ്വര്യം. കുറെ വയസ്സന്മാരുണ്ട്. ഇവർക്ക് പേടിയെന്ന് വെച്ചാൽ ഇവര് ഇറങ്ങിപ്പോട്ടെ. പിണറായിക്ക് കഞ്ഞി വയ്ക്കാൻ എന്തിനാ ഇവരിയ്ക്കണേ? വല്ലാത്തൊരു കഷ്ടമായിരുന്നു. ഉറക്കം പോലും വരുന്നില്ല. ഞാൻ ഇതില് കുറെ കമന്റ് ചെയ്യാറുണ്ട്. ആ പൊന്നുമോനെ രക്ഷിക്കാനായിട്ട് എങ്ങനെയും ഷാഫി പറമ്പിലെ ഇവരൊക്കെ നല്ല നേതാക്കന്മാരാണ്. പിന്നെ അതുപോലെ സുധാകരൻ അതിൽ നിന്ന് വിട്ടു. ഇവര് ഈ വയസ്സന്മാര് ചെയ്യുന്ന പണികളാണ്. അവിടുത്തെ നേതാക്കന്മാർക്കൊന്നും അറിവില്ല. ഇവിടെ ഇരിക്കുന്ന കേരളത്തിലിരിക്കുന്ന വയസ്സന്മാർ ചെയ്യുന്ന ഒപ്പിങ്ങനെ പണിയാണ്. അവർക്ക് കാലാകാലം ഈ പദവി കൊണ്ട് നടക്കണോ? ഈ കുട്ടികളൊക്കെ ഞണ്ടിന്റെ മതി വലിക്കണോ കാലുകൊണ്ട്? അതുകൊണ്ട് ഇല്ലാത്ത കേസ് ഉണ്ടാക്കുമ്പോ അതിന് വായ അപ്പോഴേക്കും രാജിവെപ്പിക്കണം പെണ്ണുങ്ങൾക്ക്. അതിന് വയസ്സത്തിയോളായില്ലേ? അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറയേ വീട്ടില്. ആ ഭർത്താവിനും കുട്ടികളൊക്കെ നോക്കിയിട്ട് ഇരിക്കാൻ പറയും പെണ്ണുങ്ങളോട്. അല്ലെങ്കിൽ പിന്നെ ഇത് ഇറങ്ങണ്ട. ഈ പാവം കുട്ടീനെ ഇത്രയധികം ബലിയാടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഉറക്കം പോലും വരുന്നില്ല എന്നുള്ളതാ. പേര് കൃഷ്ണപിള്ള, പെരപ്പങ്കോട്. BD സതീശന്റെ അടുത്ത് കളഞ്ഞിട്ട് പോവാൻ പറയാനാണ്. എന്നിട്ട് രാഹുൽ മനയൊക്കെ വിളിച്ച് സ്ഥാനം ഏൽപ്പിക്കണം, ഉടനാടനെയും അവരെയൊക്കെ. അല്ലാതെ എവനൊക്കെ കയറി ഇരുന്നിട്ട് പാർട്ടി എന്തിനാണ് നശിപ്പിക്കണത്? ഞാൻ കുറെ കാലമായി ഇതും കൊണ്ട് നടക്കാൻ ബോധമില്ലാതെ ഈ തള്ള പറയുന്ന മാതിരി കാളറ്റെന്ന കയറെടുത്തോണ്ട് നടക്കണതിന്. അതൊക്കെ കളഞ്ഞിട്ട് പോകണമെങ്കിലേ ഇവിടെ പാർട്ടി നന്നാവുള്ളൂ. നമ്മളെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ പറഞ്ഞ ആര് കേൾക്കാനാണ്? ചെറുപ്പക്കാരെ കേൾപ്പിച്ചിട്ട് ഇത് വിട്ടിട്ട് പോവുകയാണ് നല്ലത്, മാന്യമായിട്ട് ഇടപെടാൻ. അല്ലാതെ ഇത് കൊണ്ട് നശിപ്പിക്കാനാണെങ്കിൽ അവരൊക്കെ കൊണ്ട് നടക്കട്ടെ. എൻ്റെ അടുത്തൊക്കെ നല്ല നേതാക്കളെന്ന തലേക്കുന്ന് ബഷീർ സാറിൻ്റെയൊക്കെ അടുത്തുള്ളതാണ് ഞാൻ. അവരൊക്കെ നല്ല വർക്ക്, നല്ല ആൾക്കാരായിരുന്നു. അവിടെ പയ്യന്മാരെ പിടിച്ച് ഏൽപ്പിച്ചാൽ ഇത് വല്ലതും മുമ്പോട്ട് പോകും. ഒരു ബോധമില്ലാതെ കാള പറ്റുന്നവരെ കയറെടുത്തോണ്ട് ചാടണം എന്തിനവനൊക്കെ. അതുകൊണ്ട് മര്യാദയ്ക്ക് സതീശ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിച്ചിട്ട് മര്യാദയ്ക്ക് പൊക്കളാൻ പറയണം. ഇല്ലെങ്കിൽ ഇവിടത്തെ എല്ലാം കൊണ്ട് കുത്തുമറിയും. ഒന്നോർത്ത് നോക്കിയാൽ ഇത്രയും അവനെ പ്രാഥമിക അംഗത്വം വരെ എടുത്തു കളഞ്ഞിട്ട് ഇന്ന് പറയുന്നു നിയമസഭയിൽ വന്നാൽ ഞങ്ങൾ സംരക്ഷിക്കുന്നു. ഇവനെ അതിന്റെ ബാധ്യത എന്തായിരിക്കുന്നത്? പാർട്ടിയിൽ തന്നെ പുറത്താക്കിയ ഇവനെ സംരക്ഷിക്കാൻ ഇവന് ഇത്തരം ഒരു ഗതികേട് ഉണ്ടായില്ലേ? ഇവരൊക്കെ എന്നാണ് രാഷ്ട്രീയം തുടങ്ങിയത്? ഇവിടെ വലിയ ഇതായിട്ട് വന്ന് ഡൽഹിയിൽ നിന്ന് വന്ന് അവനെ പാർലമെന്ററി പാർട്ടി നേതാവാക്കിയെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആവണോ? അത് ശരിക്ക് കൈകാര്യം ചെയ്യാൻ കഴിവില്ല. പുതിയ KPCC പ്രസിഡന്റ് എങ്ങനെയുണ്ട്? അതും വലിയ ഗുണമൊന്നുമില്ല. മാത്യു കൊഴുതാടനെ എങ്ങനെ ഏൽപ്പിച്ചിട്ട് നേരെ മുമ്പോട്ട് പോയാണ്. ഉദാഹരണം തട്ടിയിട്ട് ഇതാക്കിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ BJP-ക്കാർ ചെയ്യുന്നവർ ക്രിസ്ത്യൻ ലോബിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണെങ്കിൽ മാത്യു കൊഴുതാടനെ ഏൽപ്പിക്കണമായിരുന്നു. ഇവരൊക്കെ ഇതൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. മാത്യു കൊഴുതാടൻ എന്ന് പറഞ്ഞാൽ നല്ല മര്യാദയ്ക്ക് ചുട്ട മറുപടി കൊടുക്കാനുള്ള കഴിവുള്ള ആളാണ്. ഇതൊക്കെ വെറുതെ പാർട്ടി ഒരുമാതിരി പ്രകസനം കാണിക്കുകയാണ്, നശിപ്പിക്കുകയാണ് അവരൊക്കെ. ഇത്രയും നല്ലൊരു അവസരം ഇനിയും ഇവർക്ക് ചരിത്രത്തിൽ കിട്ടുമോ? ഇതുപോലൊരു അവസരം കിട്ടൂല. അതുകൊണ്ട് സതീശനോട് രാജിവെച്ച് പോവുകയാണ് നല്ലത്. ഈ രാഹുലിനെ തിരികെ എടുക്കാതെ യുവമാർ എന്തൊക്കെ പെയിന്റടി നടത്തിയാലും രക്ഷയുണ്ടോ? രക്ഷപ്പെടില്ല. ഉള്ളക്കുപ്പേരി പോലെ മറുപടി പറയാൻ കഴിവുള്ള മാത്യു കൊഴുതാടനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോവും. ഇത് ഞാൻ ഷാജി വെട്ടിക്കാട്, ഡാളസ് ടെക്സാസ്
USA നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിലെ ഒരു ചുറിയുറുക്കുള്ള ചെറുപ്പക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിന് തേജോവധം ചെയ്യുകയും സ്ത്രീപീഡനത്തിൽ ഉൾപ്പെടുത്തി നാണം കെടുത്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നടപടിയെപ്പറ്റി ചില പരാമർശങ്ങൾ നടത്തുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ യൂത്ത് കോൺഗ്രസ് വളരെ മന്ദീഭവിച്ചു കിടക്കുകയായിരുന്നു. എന്നാൽ യുവതലമുറയിലെ കുറച്ച് ചെറുപ്പക്കാർ, ഷാഫി മാങ്കൂട്ടത്തിൽ, അതുപോലെ റിജിൽ മാക്കുറ്റി, അബിൻ വർക്കി, ഇൻഡോ ജോൺ മുതലായ ആൾക്കാർ വന്ന് പ്രവർത്തിക്കുകയും ത്യാഗം സഹിക്കുകയും പോലീസിന്റെ അടിമേടിക്കുകയും സമരരംഗങ്ങളിൽ മുൻപന്തിയിൽ നിന്നും വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് VD സതീശൻ. മിസ്റ്റർ VD സതീശ, താങ്കൾക്ക് എന്ത് മഹത്വമാണ് പാർട്ടിയിലുള്ളത്, എന്ത് പാരമ്പര്യമാണുള്ളത്? ഒരു കാര്യം മനസ്സിലാക്കണം, അണികളുണ്ടെങ്കിലേ നേതാവുള്ളൂ. താങ്കൾ കൊടിയും പിടിച്ച് മുന്നിൽ പോകുമ്പോൾ അണികൾ കീജെ വിളിച്ചെങ്കിൽ മാത്രമേ താങ്കൾ നേതാവാകുകയുള്ളൂ. താങ്കൾ നേതാവായി എന്ന് കണ്ട് പാവപ്പെട്ട ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ്സുകാരെ വെട്ടിവീഴ്ത്തി മറ്റൊരു മുഖത്തിലേക്ക് വരുന്നത് ശരിയായ നടപടിയല്ല. സ്ത്രീപീഡനമാണ് പ്രശ്നമെങ്കിൽ താങ്കൾക്കിതിന് വ്യക്തമായ തെളിവുണ്ടോ? ഒന്ന്, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെ ഒരു സ്ത്രീ പീഡകനല്ലയോ? രണ്ട്, അതിലിരിക്കുന്ന വനം മന്ത്രി, ട്രാൻസ്പോർട്ട് മന്ത്രി, പിന്നെ ശിൽബന്ധികളായ P ശശി, PK ശശി, അങ്ങനെ എത്രയോ ആൾക്കാർ. താങ്കൾ ഇതൊന്നും കാണാതെ താങ്കളുടെ തോളിൽ കൈയിട്ട് നടന്ന് താങ്കളെ പിടിച്ചു കരയ്ക്ക് കയറ്റിയ, ഉയരത്തിലേക്ക് ഉയർത്തിയ ഒരു മഹൽ വിദ്യാഭ്യാസവും പറയാൻ കഴിവുള്ള ഒരാളെ അടിച്ചു വീഴ്ത്തുന്നതാണോ താങ്കളുടെ ഒരു പതിവ്? ഞങ്ങൾ സമൂഹ മാധ്യമത്തിൽ കൂടെ കാണുന്നത് APCCയുടെ ധീരനായ ഒരു നേതാവായിരുന്നു കണ്ണൂരുള്ള K സുധാകരൻ. അദ്ദേഹത്തെ 3 തവണ കൊല്ലാൻ പരിശ്രമിച്ചയാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അതിൽ നിന്നെല്ലാം അദ്ദേഹം അത്ഭുതകരമായിട്ടോ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടോ രക്ഷപ്പെട്ടു. അതെല്ലാം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിണറായിയുമായി യാതൊരു സന്ധിയും ചെയ്യാത്ത ഒരു നേതാവാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ പുതുപ്പള്ളിയിൽ ജയിച്ചപ്പോൾ അതിന്റെ അനുമോദനത്തിന് കൂടിയപ്പോൾ നിങ്ങൾ തമ്മിൽ മൈക്കിന് കിടന്ന് പിടിക്കുന്നത് എനിക്ക് കാണാനിടയായി. എന്തോ ഒരു കഷ്ടം VD സതീശ. ഇതെല്ലാം വ്യക്തമാക്കി താങ്കളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത ഒരു നേതാവിനെ താങ്കൾ പുറത്താക്കി യാതൊരു പ്രതികരണ ശേഷിയുമില്ലാത്ത ഒരു സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ ഇപ്പോൾ താങ്കൾ അവിടെ അവരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ ചിന്തിച്ചു, കഴിവുള്ള ചെറുപ്പക്കാരെ അടിച്ചു വീഴ്ത്തിയില്ലെങ്കിൽ താങ്കളുടെ തന്നിഷ്ടം നടക്കുകയില്ല. അതിന് താങ്കൾ തിരഞ്ഞെടുത്ത ഒരു വഴിയാണ് അതിഭയാനകം. മാർക്സിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് മാർക്സിസ്റ്റുകാരനായി വർക്ക് ചെയ്യുന്ന ഒരാളുടെ മകള് തനിക്ക് മകളായി തോന്നുന്നു. എന്തോ ഒരു കഷ്ടം, എന്തോ ഒരു അപലനീയം. അവരുമായിട്ട് കേക്ക് മുറിക്കുക, അങ്ങനെ അവര് പറഞ്ഞ ആരോപണങ്ങൾ താങ്കൾ വെളിപ്പെടുത്തുക. അവർക്ക് ആരോപണമില്ല, അവര് പറയുന്ന ആരോപണം. അവരൊരു വക്കീലായിട്ട് നിൽക്കുകയാണ്. ഈ സമൂഹത്തിൽ കേൾക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാകത്തില്ലയോ? താങ്കൾ ഇത് പിണറായി വിജയനുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. താങ്കൾ പ്രതിപക്ഷ നേതാവാണ്, മന്ത്രിയുടെ എല്ലാ ആനുകൂല്യങ്ങൾ താങ്കൾക്ക് കിട്ടും, താങ്കൾക്ക് ശമ്പളമുണ്ട്, സ്റ്റാഫുണ്ട്, എല്ലാം ഉണ്ട്. പിണറായിയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ, പറവൂര് ശക്തിയില്ലാത്ത ആളിനെ തനിക്കെതിരായിട്ട് നിർത്തും. അപ്പോൾ താൻ പിണറായിക്കെതിരെ നിന്നാൽ ശക്തനായ ഒരാളെ പറവൂര് കൊണ്ട് നിർത്തിയാൽ താങ്കൾ കെട്ടിവെച്ച പണം പോലും കിട്ടാതെ തോറ്റുപോകും. തനിക്ക് ആ പേടിയിലാണ് താങ്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും കോൺഗ്രസ്സുകാരെയും ഒറ്റുകൊടുക്കുന്നത്. പിണറായി ഉണ്ടാക്കുന്ന പണത്തിന്റെ പകുതി താങ്കൾക്കാണ്. കാരണം അത് വിശ്വസനീയമാണ്. താങ്കൾ ഇന്ന് വരെ ഭരണത്തിനെതിരായിട്ട് വിരൽ ചൂണ്ടി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? സാധനങ്ങളുടെ വിലക്കയറ്റം, ക്രമസമാധാന നിലയിലെ തകർച്ച, ക്ഷേമ പെൻഷൻ, പൊതുവിതരണത്തിലെ അപാകതകളെ,
സർക്കാർ ജീവനക്കാർക്കും അതുപോലെ പെൻഷൻകാർക്കുമുള്ള DA കുടിശ്ശിക ഇന്ന് വരെ താങ്കൾ എന്തെങ്കിലും ഒന്ന് ഉച്ചരിച്ചിട്ടുണ്ടോ? അത് തന്നെയല്ല, ഈ മന്ത്രിസഭയിലെ ഈ അതിക്രമം കാണിച്ചിട്ടുള്ള മന്ത്രിമാരുടെ പേരെടുത്ത് താങ്കൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറയത്തില്ല. ഞാൻ ഇപ്പോൾ പേരെടുത്ത് സംസാരിക്കുന്നില്ല എന്നല്ലേ താങ്കളുടെ പ്രസംഗം? ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. താങ്കൾ അത് മനസ്സിലാക്കണം. താങ്കൾ കോശാന പാടുന്നതിന് കുറച്ച് രമേശ് ചെന്നിത്തല, KC വേണുഗോപാലിന് ആലപ്പുഴയിൽ എന്തെങ്കിലും ആരോപണം ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യ വരെ വന്ന് മാങ്കൂട്ടത്തിനെതിരായിട്ട് സംസാരിക്കുക. എന്തോ ഒരു കഷ്ടമാണെന്ന് ആലോചിക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മാങ്കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? അങ്ങനെ ഉണ്ടായെങ്കിൽ താങ്കൾ അത് തെളിവ് സഹിതം നിരത്തണം. എന്തെങ്കിലും രീതിയിൽ ഈ രീതിയിൽ താങ്കൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? താങ്കൾ മാർക്സിസ്റ്റ് പാളയത്തിൽ നിന്നുകൊണ്ട് ആട്ടിൻകുട്ടിയുടെ തോലണഞ്ഞ ഒരു ചെന്നായായിട്ട് മാറിയിരിക്കുകയാണ്. താങ്കൾ ഇത്രയും വൈരാഗ്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാൻ കാരണം, സർക്കാരിന്റെ എല്ലാ ദുഷ്ചെയ്തികളെയും പറ്റി രാഹുൽ മാങ്കൂട്ടം നമ്പരിട്ട് പറയും. പിണറായി വിജയന്റെ മുഖത്തു നോക്കി കൈ ചൂണ്ടി സംസാരിക്കാനും കഴിവുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ മുതലായവരേ ഉള്ളൂ. താങ്കളത് മറന്നുകൊണ്ട് ഇവനെ അടിച്ചൊതുക്കാൻ പിണറായിയുടെ ആളായിട്ട് നിന്നു പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതായത് പിണറായിയുടെ കൂലിത്തല്ലുകാരൻ. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ തടഞ്ഞല്ലോ DYFIക്കാർ. താങ്കൾ എന്തെങ്കിലും വേണ്ടിയോ? താങ്കൾ ആ മുൻപന്തിയിൽ ചെന്നോ? എന്നാൽ ഈ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടവും അതുപോലുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുകയും പോലീസിന്റെ അടിമേടിക്കുകയും എന്തോ ഒരു വീറോടെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അണികളുണ്ടാകും. താങ്കൾ ഇങ്ങനെ നടന്നാൽ ഇവരെ ഒറ്റുകൊടുത്ത് വീണ്ടും താങ്കൾക്ക് പ്രതിപക്ഷ നേതാവായിരുന്നു ഒരു മന്ത്രിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കാനുള്ള പുറപ്പാടാണ് താങ്കൾ നടത്തുന്നത്. അല്ലെങ്കിൽ ഈ എലക്ഷൻ വന്ന് മൂക്കേൽ മുട്ടിയിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ താങ്കൾ ഒരിക്കലും ചെയ്യുകയില്ല. താങ്കളെ ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കൾ എപ്പോഴും പ്രസംഗത്തിൽ ബൈബിളിനെ ഉദ്ധരിക്കാറുണ്ടല്ലോ. അപ്പോൾ യോഹന്നാന്റെ താലത്തിൽ വാങ്ങിയ ശലോമിയുടെ കഥയൊന്ന് താങ്കൾ വായിക്കണം. അതോടൊപ്പം തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയ വേശ്യാസ്ത്രീയെ യേശുക്രിസ്തു വിധിച്ചത് ഏത് രീതിയിലാണെന്നും കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് സതീശൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി എടുത്തിട്ടുള്ള എല്ലാ ഡിസിപ്ലിനറി ആക്ഷനും പിൻവലിച്ച് അദ്ദേഹത്തിനെ ഒരു സാധാരണക്കാരനായി ഉണ്ടായിരുന്ന പദവിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വേണ്ടിയ സംരക്ഷണം കൊടുത്ത് മുന്നിൽ നിന്ന് അടരാടിയാൽ താങ്കൾ ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ പറ്റും. ഞാൻ അന്നമ്മ ജേക്കബ്. എനിക്ക് വയസ്സ് 60. പാലക്കാട് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോൾ ആ രാവിലെ സാറിനെ വിളിച്ചിട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണത്തിൽ ഏറ്റവും വലിയ ദുഃഖം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തെ ഒരു വിശുദ്ധനെന്ന് ആദ്യം പറഞ്ഞ വ്യക്തിയും ഞാനായിരിക്കും. അതിനുശേഷമാണ് ഓരോരുത്തരും ഓരോ ചാനലിൽ കയറിയെന്നത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അതവിടെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ മകനെ പോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വേറെ ഒന്നുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ചുറുചുറുക്കും അദ്ദേഹം എടുക്കുന്ന സമീപനങ്ങളും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടിയെ നല്ല മോനാണ്. അവനെ എങ്ങനെയാണ് അവനെ നശിപ്പിക്കുക എന്നുള്ളതിനെ കൂടി ആലോചിച്ച് എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനത്തിൻ്റെ ഈ ഒരു നടീന്നും പറഞ്ഞ് ഒരുത്തിയെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്നല്ലോ, അവളെ വെച്ച് കോൺഗ്രസ്സുകാർ തന്നെ ഉണ്ടാക്കിയൊരു നാടകമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം രാഹുലിനെ ഏറ്റവും പ്രതിരോധിച്ചു നിന്നുണ്ടായിരുന്ന സരിൻ വരെ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതുപോലെ സുനിൽ മാത്യു. ഇത്രയൊക്കെ ഒരു മനുഷ്യനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് എറിഞ്ഞു കൊടുക്കാൻ എങ്ങനെ ഈ കൂട്ടത്തിന് തോന്നി? അതും പാലക്കാട് പോലൊരു മണ്ഡലത്തിലെ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നത്. ആ ശോഭയെല്ലാം കെടുത്തിക്കളയും വിധത്തിൽ. കാരണം എങ്ങാനും കോൺഗ്രസ് ജയിച്ചു വന്നാൽ ഇദ്ദേഹത്തെ ഒരു മന്ത്രിയാക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുളയില തന്നെ നുള്ളി കളഞ്ഞ്
ഇത്രയും അതിക്രൂരം എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ട് ഈ വി ഡി സതീശനൊക്കെ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചേ? ഒരിക്കലും ഈ മനുഷ്യന് സമരമുഖത്ത് നമ്മളാരും കണ്ടിട്ടില്ല. സമരം ഉദ്ഘാടനം ചെയ്തേച്ചങ്ങ് പോകുകയല്ലാതെ ഒരു സമരമുഖത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം അയാളുടെ മേലെ വീഴും നമ്മൾ കണ്ടിട്ടില്ല. ഒരടി അയാൾ കൊള്ളണം നമ്മൾ കണ്ടിട്ടില്ല. നിയമസഭയിൽ കയറി നിന്നുകൊണ്ട് ഘോരം പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ആയി എന്നുള്ളൊരു തോന്നലാന്ന് എനിക്ക് തോന്നുന്നു. ഈ കോൺഗ്രസ് നന്നാവാൻ പോകുന്നില്ല, നന്നാവില്ല. ഇപ്പൊ 64 സീറ്റിലോ 63 സീറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് 36 പോലും കിട്ടില്ല. ഈ രീതിയിലാണ് ഇവരുടെ പോക്കെങ്കിൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിവിടെ കൊച്ചിയിലാണ്. പീറ്റർ വിൽസൺ എന്നാണ് എൻ്റെ പേര്. ഞങ്ങൾ കുടുംബം മുഴുവനും ഇവിടെ ഈ കോൺഗ്രസ് തന്നെയാണ്. അല്ലാതെ നമ്മൾ വേറെ ഒരു പാർട്ടിക്കും ഇതുവരെയും വോട്ട് കുത്തിയിട്ടില്ല. എന്ന് വെച്ചിട്ട് ആരോടും ഒരു ധാർമ്മികമായിട്ടുള്ള ബന്ധവും ഇല്ല. പക്ഷെ ഈ സംഭവം വളരെയധികം വേദനിപ്പിക്കുകയും കോൺഗ്രസിനോടുള്ള വെറുപ്പാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ വി ഡി സതീശൻ എന്ന് പറയുകയാണെങ്കിൽ അയാള് മുഖ്യമന്ത്രി ആകാനായിട്ടുള്ള ആഗ്രഹത്തോടെ നടക്കണമെന്നും അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യുമെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ രാഹുല് ഇങ്ങനൊരു കേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേസ് നിലവിലുള്ള ഒരു വ്യക്തിക്ക് ഇലക്ഷന് നിൽക്കാനായിട്ട് പറ്റില്ല. അതൊരു വിരോധമായിട്ടുള്ള കാര്യമാണല്ലോ. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ വി ഡി സതീശൻ എങ്ങനെ ചെയ്തേക്കണം എന്നുള്ളത് ഇപ്പൊ വ്യക്തമാണ്. ഞാനിപ്പോ ഇപ്പോഴും സാറിന്റെ ഇവിടുത്തെ ഈ പ്രോഗ്രാം വെച്ചുകൊണ്ടിരിക്കണ ഇതിൽ തന്നെ ഇരുന്ന് വിളിച്ചാണല്ലോ ഞാൻ. ഇവന്മാർ ഇന്നലെ തൊട്ട് കണ്ണൂരിൽ നിന്ന് തൊട്ട് ഭവന സന്ദർശനം ആരംഭിച്ചേക്കാണ്. ഇവന്മാരെ എങ്ങനെ ജനങ്ങള് വീടുകളിലേക്ക് സ്വീകരിക്കുമോ? അത് ഇവന്മാര് ചാണകം വെള്ളം അടിച്ച് തളിക്കൂടാ. ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചാണകം എടുത്തെറിയും. സാറേ ഇത് വേദന ഉണ്ട് സാറേ. നല്ലൊരു ചെറുക്കൻ. എനിക്ക് 70 വയസ്സായി. എന്റെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുവേണ്ടി ജാതക്കൊന്നും പോയിരുന്ന ആൾക്കാരൊന്നും അല്ല. പക്ഷെ കോൺഗ്രസിനല്ലാതെ ഇതുവരെ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മറിച്ചൊരു വോട്ട് ചെയ്തതായിട്ടുള്ള ഒരു ഓർമ്മ എനിക്കില്ല. ഞാനും ചെയ്തിട്ടില്ല. പക്ഷേ അത് ബാക്കിയുള്ള ആൾക്കാർ മോശപ്പെട്ടിട്ടെന്നുള്ളതല്ല, നമ്മളെ കാരണവന്മാർ കാണിച്ചെന്നുള്ള നമ്മൾ ചെയ്ത് നിലനിർത്തി പോകുന്നെന്ന് മാത്രം. പക്ഷെ വി ഡി സതീശൻ ഇങ്ങനെ മുഖ്യമന്ത്രി ആകണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ആൾക്കാരും മുഖ്യമന്ത്രി ആക്കട്ടെ. കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന ആളെ മുഖ്യമന്ത്രിയായിട്ട് സ്വീകരിക്കണം. രാഹുലിനെതിരെ ഈ എടുത്ത നടപടി കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുമോ? ഇദ്ദേഹത്തെ തിരികെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് കോൺഗ്രസിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. നമുക്ക് കോൺഗ്രസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുപോയില്ലേ? ഞാനും ഇറങ്ങി പ്രവർത്തിക്കും. ഏതാണ് നല്ലൊരു വ്യക്തി ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നത്? BJP ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസിനെതിരായിട്ട് ആരാണ് ഉള്ളത് അവർക്ക് വേണ്ടി ഞാനും പ്രവർത്തിക്കും. രാഹുൽ സ്വതന്ത്രനായി നിന്നാൽ ജയിക്കുമോ? രാഹുൽ പോയി സതീശിന്റെ അടുത്ത് പോയി നിൽക്കണം. അവന്റെ മണ്ഡലത്തിലല്ല, ഇവിടെ പറവൂര് പോയി നിൽക്കണം. ഞാനും പോയി പ്രവർത്തിക്കും പറവൂർ. എന്നാൽ പറവൂരിൽ നമുക്ക് ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ കൊച്ചിക്കാരനല്ലേ, ഇത്രയും വയസ്സുമില്ലേ സാറേ എനിക്ക്. അപ്പൊ ഒരുപാട് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുള്ളത് തന്നെയാണ് ഞാൻ. എന്നാൽ പണക്കാരെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സ്വന്തമായി വേലെടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഞങ്ങളുടെ ഓരോ റിപ്പോർട്ടും കാണുന്നുണ്ട്. വളരെ വളരെ സന്തോഷം. പക്ഷെങ്കിൽ എന്തുകൊണ്ട് ഈ കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കളായാലും ചെറുപ്പക്കാരായ നേതാക്കന്മാരായാലും ഇതിന് പ്രതികരിക്കാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഒരു എണ്ണിയാൽ തീരാത്ത കുറേ യൂത്തുകാരുണ്ട്, അത് യങ് MLAs ഉണ്ട്. ഇവരൊക്കെ എന്തുകൊണ്ട് ഇതിന് പ്രതികരിക്കുന്നില്ല? ഒരു യങ് MLA ആയ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന് പുള്ളിക്കെതിരെ ഒരു അലയൻസ് വന്നു, ഒരു ഇഷ്യൂ വന്നു. ആ ഇഷ്യൂസിൻ്റെ മെയിൻ കാരണം അത് അന്വേഷിക്കണം. അന്വേഷിക്കാതെ തന്നെ ഒരന്വേഷണവും ഇല്ലാതെ പുള്ളിയുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുള്ളിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ നീക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു കുഞ്ഞുങ്ങൾ പോലും അറിയാതെ അത് എന്തിനു ചെയ്തു? അതിന് KPCCയുടെ വൈസ് പ്രസിഡന്റുമാരുണ്ട്, ജനറൽ സെക്രട്ടറിമാരുണ്ട്. ഇവരാരും എന്താ ഇത് പ്രതികരിക്കാത്തതെന്ന് ആണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പം BRM ഷെറീഫ് ഉണ്ട്, കഴിഞ്ഞ ഇലക്ഷൻ നിന്നിട്ട് തോറ്റുപോയ. ചാനൽ ചർച്ചയിൽ ഇന്നലെ പുള്ളി രാഹുലിനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ പുള്ളി പ്രതികരിക്കുന്നത് കണ്ടു. ആരെ പേടിച്ചിട്ടാണിത്? ആരെ പേടിച്ചിട്ടാണ്? എന്താണ് ആരെയാ പേടിക്കുന്നത്? ഇത് ഈ കോൺഗ്രസിന്റെ പോക്ക് വളരെ ഭയാനകമായ അധപ്പതനത്തിലോട്ട് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഈ VD സതീശനും ഈ സണ്ണി ജോസഫും ഇവരാണെന്നോ എല്ലാം? എനിക്കറിയില്ല ഇത് എവിടോട്ടായി പോകുന്നത്. അടൂർ പ്രകാശ് UDF കൺവീനറാണ്. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല?
പിന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സഡൻലി നീക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇത് വളരെ മോശമായ രീതിയിലോട്ടായി കോൺഗ്രസ് പോകുന്നത്. ഒരു രീതിയിലും ഇതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇത്രയും യുവ നേതാക്കന്മാരുണ്ടായിട്ട് ഒരെണ്ണം പോലും, റോജി എം ജോർജ്, പിന്നെ IB ഈഡൻ, ഇവരൊക്കെ എന്താ പ്രതികരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ മോശം, വളരെ വളരെ നിർഭാഗ്യകരമെന്ന് പറയണം. എന്തായാലും സുനിൽ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക്, ഈ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതിന് വളരെ വളരെ നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ധൈര്യത്തോടെ ചങ്കുറപ്പോടെ സത്യത്തിന് വേണ്ടി നിൽക്കുക അവസാനം വരെ. ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഉണ്ട്. ഞാനൊരു വീട്ടമ്മയാണ്, എറണാകുളം സിറ്റിയിൽ നിന്നാണ് വിളിക്കണത്. എന്റെ പേര് തങ്ക. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഈ കണ്ട ഈ ചീത്ത വർത്താനങ്ങൾ മുഴുവനും പറയണം. ഈ CPM-ലുള്ളത് മുഴുവനും മുക്കാൽ ഭാഗം കൊള്ളില്ലാത്ത മന്ത്രിമാരാണ്. എല്ലാം സ്ത്രീ കാര്യങ്ങളിൽ ഏർപ്പെട്ട ആൾക്കാരാണ്, അന്യ സ്ത്രീകളുമായിട്ട്. എന്തിനാണ് എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നത്? എന്തെങ്കിലും ഒരു കാര്യം വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരിക്കലും മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റരുത്. മാത്രമല്ല അതിനു വേണ്ടി ഈ ലോകത്തിലുള്ള ജനങ്ങൾ, സ്ത്രീ ജനങ്ങൾ മാത്രമല്ല പുരുഷ ജനങ്ങളും ഇറങ്ങിയിരിക്കും. മുക്കാൽ ഭാഗം പുരുഷന്മാരെ ഞാൻ പറയുന്നുണ്ട്. സ്ത്രീകൾ ഈ ലോകത്തിലുള്ള എല്ലാവരും ഇറങ്ങിയിരിക്കും അതിനുവേണ്ടി. അത്രയും എല്ലാവർക്കും ഈ നാടിന് വേണ്ടി എല്ലാം പ്രസംഗിക്കുക. ഈ നാടിന് വേണ്ടി രാഹുൽ ഗാന്ധിനെ പോലെ തന്നെ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് ആ പയ്യൻ. എന്നിട്ട് ആ പയ്യനെ കുറിച്ച് ഈ ഇങ്ങനെ അപവാദം പറഞ്ഞ് സൃഷ്ടിക്കുന്നത് ഇലക്ഷൻ മുൻനിർത്തിക്കൊണ്ടല്ലേ? രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള നടപടി എടുത്തിട്ട് ഇവന്മാരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാൻ വീടുകൾ തോറും കയറി ഇറങ്ങാൻ വേണ്ടി ഇന്നലെ തൊട്ട് ഇവന്മാർ പദ്ധതി ആരംഭിച്ചു. വീടുകൾ തോറും കയറി ഇറങ്ങിയ സാറ് തല്ലുകൊള്ളും. പെണ്ണുങ്ങൾ സ്ത്രീകളെ അടിക്കും, കുറ്റിച്ചൂലെടുത്ത് അടിക്കും. അതുമില്ല വേറെ വല്ല അപ്പി വല്ലതും. ഇപ്പൊ ആരുടെയും മുറ്റത്ത് അപ്പിയൊന്നും ഉണ്ടാവൂല, എല്ലാരും ശുദ്ധമായിട്ട് ഇടുന്ന സ്ഥലമായത് കാരണം അടിക്കും. അതുകൊണ്ട് എന്റെ വീട്ടില് രാഹുലിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു വന്നാല് ഉറപ്പായിട്ടും ഇവിടെ ഒരിക്കലും വടിയെടുത്തിട്ട് ഞാൻ ഓടിച്ചിട്ട് അടിക്കും ഞാൻ. സാറേ, ഞാൻ മസ്കറ്റിലാണ് വിളിക്കുന്നത്. എന്റെ പേര് ബിജു സാറേ. സാറേ, ഞാൻ വിളിക്കാൻ കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങൾ സാറ് പറയുന്നത് സാറിനെ ഞാൻ അഭിനന്ദിക്കാനായിട്ട് വിളിക്കുകയാണ്. ഞാൻ സാറിന്റെ വർഷങ്ങളായിട്ട് ഈ ചാനൽ കാണുന്നതാണ്. 29 വർഷമായിട്ടൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞാൻ മസ്കറ്റിലാണ് ഉള്ളത്. വീടുകൾ തോറും കയറി ഇറങ്ങി തുടങ്ങി, നോർത്തേൺ സൈഡ് മുതൽ. എന്ത് തോന്നുന്നു? ഇവന്മാരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കോ? ഇവന്മാരെ ആളുകൾ എങ്ങനെ സ്വീകരിക്കുവോ? ഒരിക്കലും സ്വീകരിക്കത്തില്ല സാർ, ഒരിക്കലും സ്വീകരിക്കത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് ഇനി ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് വിജയിക്കത്തില്ല സാർ, ഒരിക്കലും. സത്യമാണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് അവർ അമ്മയെ കാണട്ടെ. എന്റെ പേര് എബ്രഹാം എന്നാണ്. ഞാൻ മല്ലപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഈ രാഹുലിന്റെ താങ്കളുടെ ആ പങ്ക്തി ഇങ്ങനെ ഡെയിലി കാണുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന, ഈ രാഹുലിനെ, ഇത്രയും ഒരു ചെറുപ്പക്കാരനായ രാഹുലിനെ പുറത്താക്കിയിട്ട് ഇതുവരെ അതേ പ്രായത്തിലുള്ളവരും പിന്നെ ഈ PC വിഷ്ണുനാഥ്, പിന്നെ അതുപോലുള്ള എത്രയോ ചെറുപ്പക്കാര്, ബൽറാം, ഇവരൊക്കെ എന്താ ഈ ഇത് മിണ്ടാതിരിക്കുന്നെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവും. ഇവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇവരാരെയാ പേടിക്കുന്നത്? ഈ ജാതി, പിന്നെ ഓരോ സ്ഥാനങ്ങൾക്ക് സമുദായത്തെ നോക്കി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമുദായത്തിലുള്ളവരാണ്? ഇപ്പൊ ഞാനൊരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്റെ ബിഷപ്പ് എന്നോട് പറയുകയാണ് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം എനിക്ക് എന്റേതായ ഒരു രാഷ്ട്രീയമുണ്ട്, എന്റേതായ ഒരു നിലപാടുണ്ട്. ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് എന്തോ സമുദായ തുല്യതയൊക്കെയാണ് ഈ പറയുന്നത്. എനിക്ക് മനസ്സിലാകാത്തത് ഈ ഷാഫി പറമ്പിലായാലും ചാണ്ടി ഉമ്മന്, ഈ ചാണ്ടി ഉമ്മനൊക്കെ പ്രതികരിക്കേണ്ട സമയം, ഇവനെയൊക്കെ ഉമ്മൻചാണ്ടി സാറ് മരിച്ചു കഴിഞ്ഞപ്പം കണ്ടതല്ലേ ഇവന് കൂടെ നിന്നവരുടെ വലിയ നേതാക്കന്മാരുടെ രീതികള്. ഇവനെന്തോ പ്രതികരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെല്ലാരും കൂടെ സംഘടിച്ച് നിൽക്കാത്തടത്തോളം കാലം ഈ കേരളത്തിൽ ഒരു കോൺഗ്രസ് ഭരണം വരുമോ? അല്ലെങ്കിൽ തന്നെ ഈ ഇവന്മാര് വന്നിട്ട് എന്തോ കേരളത്തെ പുരോഗമനത്തിലോട്ട് കൊണ്ടുപോകാൻ ഇവനെയൊക്കെ കാലെ പിടിച്ച് താഴെ അടിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? ഈ സതീശൻ ഒരു ക്ലീൻ ഇമേജ് ആയിരിക്കും എന്ന് വിചാരിച്ച് കഴിഞ്ഞ 9 വർഷം ഇപ്പൊ LDF ഭരണത്തിൽ ഇരിക്കുന്നു. LDF ഭരണത്തിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കയറി വന്നപ്പോൾ ഇവൻ സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. ഇവന്റെ ആ ഉടയാത്ത ഖദർ വസ്ത്രവും ആ മുണ്ടും അവൻ AC വണ്ടിയും ആയിക്കോട്ടെ, ഒരു പ്രതിപക്ഷ നേതാവാണ്, അംഗീകരിക്കുന്നത്. പക്ഷെങ്കിൽ ഈ രീതിയിലല്ല മിസ്റ്റർ സതീശൻ പ്രതികരിക്കേണ്ടതും സ്റ്റാൻഡ് എടുക്കേണ്ടതും. ഇപ്പം ഈ പറയുന്ന പോലെ എത്രയോ അമ്മമാര്, എത്രയോ സ്ത്രീകള്
എത്രയോ പേര് നമ്മുടെ രാജ്യത്ത് നിന്നായാലും വിദേശത്ത് നിന്നായാലും വിളിക്കുന്നു, സംസാരിക്കുന്നു. ഇവൻ ഇത്ര പോലും ഒരു മൂളയില്ലാത്തവനായി പോയല്ലോ. ഇവനെ ആ സ്ഥാനത്തിരിക്കാൻ ഇവൻ യോഗ്യനല്ല. ഞാനൊരു പക്ക കോൺഗ്രസ്സുകാരനാണ്. ഞാൻ മരിക്കോളം കോൺഗ്രസ് തന്നെ ആയിരിക്കും. അത് ആര് തോറ്റാലും ആര് ജയിച്ചാലും ശരി, ഞാനൊരു കോൺഗ്രസ്സുകാരനായിരിക്കും. കാരണം ഞാൻ വിശ്വസിക്കുന്ന കോൺഗ്രസ് പാർട്ടി, നെഹ്റു നയിച്ച കോൺഗ്രസ് പാർട്ടി, ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസ് പാർട്ടി, ഇന്ന് രാഹുൽ, ഇവന്മാരൊക്കെ ഇങ്ങനെ കാണിച്ച് രാഹുലിന് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ഒരു ഭരണം വരണമെന്ന് ആഗ്രഹിച്ച് പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്ന് പോരാടുമ്പോൾ കേരളത്തിൽ വീണ്ടും ഒരു ഇടത് സർക്കാരിന്റെ അല്ലെങ്കിൽ വേറൊരു ഭരണകൂടം ഉണ്ടായി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ആ പതനം തന്നെയല്ലേ ഇവിടെ. കോൺഗ്രസ് പിന്നെ ഇല്ലല്ലോ ഈ കേരളത്തില്. ഇവന്മാരിതെന്താ ചിന്തിക്കാത്ത? ഈ സതീശൻ ഇതിന് യോഗ്യനല്ല. 100% സതീശൻ ഈ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ ഒരു യോഗ്യതയുമില്ല. അവനെ തോട്ട് കളയേണ്ട സമയം കഴിഞ്ഞു. KPCC പ്രസിഡന്റ് അവനും കൊള്ളത്തില്ല. അവൻ പിന്നെ നിന്ന് പോകുന്നതെന്ന് പറയാൻ സുധാകരന്റെ നാട്ടുകാരനാണെന്നുള്ളത് കൊണ്ട് മാത്രം ആ KPCC പ്രസിഡന്റിന് ഒന്നിൽ മുരളീധരനാണെങ്കിൽ അല്ലെങ്കിൽ അടൂർ പ്രകാശ് ആണെങ്കിലും, അടൂർ പ്രകാശ് ഇത് പ്രതികരിച്ചല്ലോ ഇതിനെതിരെ. കാരണം ഒരു കേസ് പോലും ഫയൽ ചെയ്യാത്ത, ഒന്നുമില്ലാത്ത, ഒരു തെളിവും ഇല്ലാത്ത ഈ കേസിന് എടുപിടിയുന്നൊരു ആക്ഷൻ എടുത്തത് ശരിയായില്ല എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ഈ PC വിശ്വനാഥ് ഉണ്ട്, പിന്നെ നമ്മുടെ മാത്യു കൊഴുനാടൻ, ഇവരെയൊക്കെ നല്ലൊരു നേതാക്കന്മാരായിട്ട് നമ്മൾ കാണുന്നത്. ഇവരൊക്കെയാണ് കേരളത്തെ നയിക്കേണ്ടിയെന്ന് ഞങ്ങൾ പല കാര്യങ്ങളും പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും ഇവരെയൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കോൺഗ്രസ് ഇതിൽ തന്നെ പിന്തുടരുന്നത്. ഇവരൊക്കെ ഈ സമയത്ത് സൈലന്റ് ആയിട്ടിരിക്കുന്നതിൽ ഷാഫിക്ക് ഇന്നലെ അവിടെ ഉണ്ടായ സംഭവം ഇവരാരെങ്കിലും പ്രതികരിച്ചോ? ഇത് ഒറ്റ നേതാക്കന്മാർ പ്രതികരിച്ചിട്ടില്ല. അത് തെറ്റായി പോയി, അല്ലെങ്കിൽ സതീശൻ പോലും ഇറങ്ങിയില്ലല്ലോ. ഇല്ല, സതീശൻ പോയിട്ട് KPCC പ്രസിഡന്റ്, പുള്ളി ഒരു MP അല്ലേ. ഒരു MPക്ക് ഉണ്ടായ ആ ഒരു ദുരവസ്ഥ KPCC പ്രസിഡന്റ് അതിന് പിന്നെ അഭിപ്രായം പറയേണ്ടതല്ലേ. പിന്നെന്തിനാ ഇവനെ KPCC പ്രസിഡന്റ് ആയിട്ട് ഇവിടെ ആക്കിയിരിക്കുന്നത്? ഇതിനെക്കാട്ടി എത്രയോ ബെറ്റർ സുധാകരൻ പുറയുന്നു കുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രസ്ഥാനമാണ് നശിച്ചു പോകുന്നത്. എത്രയോ അമ്മമാരുടെ, ഞാനിങ്ങനെ ഡെയിലി ഇത് ഓരോ നിമിഷവും നിങ്ങളുടെ ഓരോ ന്യൂസ് വരുമ്പോഴും ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. എത്രയോ അമ്മമാര് പറയുന്നത്, അവർ നെഞ്ചി തട്ടിയായി പറയുന്നത്, ഇങ്ങനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല, അടുത്ത പ്രാവശ്യം പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യത്തില്ല എന്നാ പറയുന്നത്. ഇത് കേട്ടിട്ട് പോലും ഇവർക്ക് യാതൊരു ഉളുപ്പുമില്ലെന്നുള്ളത് മഹാ ആശ്ചര്യം തോന്നുന്നു. കഷ്ടം. കേരളത്തിൽ കോൺഗ്രസിന്റെ അധപ്പതനം ഈ രീതിയിലായിരുന്നു. പക്ഷെങ്കിൽ അത് ഉചിതമായ തീരുമാനമെടുത്ത് അതിന് വേണ്ടുന്ന രീതിയിൽ പിന്നെ ഇതിപ്പം വളരെ മോശമായിപ്പോയി. ആ ചാനൽ റിപ്പോർട്ടർക്ക് ഇന്റർവ്യൂ കൊടുത്ത ലേഡിയുടെ ഓരോ രീതിയിലുള്ള ഫോട്ടോസും ഓരോ ഇടങ്ങളിൽ ഉദ്ഘാടനത്തിന് പോകുന്നതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇത് എനിക്കറിയത്തില്ല. വളരെ കഷ്ടമുണ്ട്. അതുകൊണ്ട് ഒരു രീതിയിലും ഈ രാഹുലിനെ മാക്സിമം സപ്പോർട്ട് എന്നെ സംബന്ധിച്ച് ഞങ്ങൾ കുടുംബമായിട്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഷാഫിക്കായാലും പൂർണ്ണ സപ്പോർട്ട്. പക്ഷെങ്കിൽ ആ സപ്പോർട്ട് കൊണ്ട് കാര്യമില്ലല്ലോ. ഇവര് ഈ കൊച്ചു നേതാക്കന്മാര്, വളർന്നു വരുന്ന നേതാക്കന്മാര് കൂടെ നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ. ഇവരെല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന 35 പേരില്ലയോ? ഈ 35 പേര് അവരൊരു പിന്നെ അങ്ങനെ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ അവരൊരു സ്ട്രെങ്ത് അല്ലേ ഇത് കോൺഗ്രസിനകത്തെ? ആർക്കൊറ്റപ്പെടുത്താൻ പറ്റും? ഇതൊക്കെ ഒരു അവസരമാണ്. അതായത് ജനങ്ങൾക്ക് ഇവർ തമ്മിൽ എത്രത്തോളം ഐക്യമുണ്ടെന്നും ഇത് എത്രത്തോളം കെട്ടുറപ്പുണ്ടെന്നും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നും കൃത്യമായിട്ട് അസസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ വന്നത്. പക്ഷെങ്കിൽ മിസ്റ്റർ സുനിൽ, അതിനകത്തൊരു കാര്യമുണ്ട്. ഞാൻ ഒരു സഭാ സംബന്ധമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എന്റെ പ്രായത്തിൽ വരുന്നവരെല്ലാരും, ഇപ്പൊ ഞാൻ കൊയറിലുള്ള ഒരു വ്യക്തി, ആ കൊയർ ഒരു സംഘടനയാണ്. അതിൽ 10-40 പേരുണ്ട്. ഞങ്ങള് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒറ്റ ഇതാണ്. അവിടെ വേറെ പിന്നെ കുത്തിത്തിരിപ്പില്ല. പക്ഷെ ഇത് അതിനെക്കാട്ടിൽ എത്രയോ വലിയ സ്ഥാനങ്ങളിലാണ് ഇവരിയ്ക്കുന്നത്. ഈ ബൽറാമായാലും അതുപോലുള്ള താഴോട്ട് വരുന്ന ഓരോരുത്തരും, PC വിശ്വനാഥ്, പുള്ളിയൊക്കെ ഇനിയൊക്കെ ആരെയാണ് ഭയപ്പെടേണ്ടിയത്? പുള്ളിയൊക്കെ എവിടെ പോയി നിർത്തിയാലും പുള്ളി ജയിച്ചു കയറി വരുമല്ലോ. അതുപോലുള്ളവരൊക്കെ ഇവരെയൊക്കെ പേടിച്ച് പിന്നെ എനിക്കറിയത്തില്ല, ഇവരെയൊക്കെ അഥവാ ഒരു ഭരണം കിട്ടിയാൽ ഇവർക്കൊക്കെ വല്ല സ്ഥാനവും കൊടുക്കൂ. അത് വളരെ വളരെ പ്രയാസമുണ്ട് രാഹുലിന്റെ കാര്യം. കാരണം അവനെ ആ രീതിയിലല്ല നമ്മൾ കണ്ടോണ്ടിരുന്നതും അവനെ കുറിച്ച് ചിന്തിച്ചതും. പക്ഷെങ്കിൽ
തെറ്റുപറ്റാം, പക്ഷെ പുള്ളിയും കുറെ കൂടെ ഒന്ന് കെയർഫുൾ ആയിരിക്കണമായിരുന്നു. പക്ഷെങ്കിൽ എന്തോ അങ്ങനെ സംഭവിച്ചു. അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. പക്ഷെ ഇതാ ഉപതെരഞ്ഞെടുപ്പിനായിരുന്നെങ്കിൽ പോലും നമുക്കത് ശരിയെന്ന് വയ്ക്കാം. ഇതിപ്പോ അതും കഴിഞ്ഞ് ഇനിയൊരു ഇലക്ഷനോട് അടുക്കുമ്പോഴാണ് ഈ ഇങ്ങനെ ഒരു ന്യൂസും കൊണ്ടുവരുന്നത്. അതിനെന്തോ എത്രത്തോളം സ്വീകാര്യതയുണ്ട്, എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വളരെ മോശമായി പോയി. നല്ലൊരു യുവ നേതാവായിരുന്നു, ഞങ്ങൾ പ്രതീക്ഷയുള്ള ഒരു യുവ നേതാവായിരുന്നു. ബ്രാഹ്മണിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് തങ്കമ്മ. നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പൊ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടി തന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നല്ലോ. തൊട്ട് കണ്ടുപഠിക്കേണ്ടതല്ലേ ഈ CPM-നെ. അതിനകത്ത് ഈ കൊലപാതകം നടന്നാലും വ്യഭിചാരം നടന്നാലും പീഡനം നടന്നാലും എന്ത് പ്രശ്നമുണ്ട് ആരെയെങ്കിലും കുറ്റപ്പെടുത്തി അവരെ മാറ്റി നിർത്തുന്നുണ്ടോ? ഈ പാർട്ടി അവരെ ചേർത്ത് നിർത്തി മുൻപോട്ട് പോവുകയല്ലേ. ഈ കോൺഗ്രസ് പാർട്ടി കാണിച്ചത് എന്തൊരു വൃത്തികെട്ട ഒരു കാര്യമാണ്. ആ ഈ പിന്നെ ചെന്നായ്ക്കളുടെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കാവോ? രാഹുലിന്റെ പേരിൽ എന്ത് തെറ്റാണ് കണ്ടത്? ആരോ എവിടെ നിന്നോ പെൺപിള്ളേർ ആരൊക്കെയോ പറഞ്ഞ ഒരു ശബ്ദം കേട്ടുകൊണ്ടല്ലേ ഇപ്പൊ ഈ രാഹുലിന്റെ നേരെ ഈ ഒരു തീരുമാനം എടുത്തത് അല്ലേ? കോൺഗ്രസ് പാർട്ടി പറയുക അതിന്റെ പരാതിക്കാർ വരട്ടെ, ഞങ്ങള് അന്വേഷിക്കട്ടെ, കുറ്റക്കാരനെങ്കിൽ ഞങ്ങൾ അതിന്റെ നടപടി എടുക്കും എന്ന് പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിഞ്ഞില്ല? കേട്ട പാതി കേൾക്കാഞ്ഞ പാതി ഉടനെ തന്നെ ഇവര് രാഹുലിന്റെ നേരെ നടപടി എടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് ആ ചെറുക്കന്റെ ഭാവി, അവന്റെ ആ രാഷ്ട്രീയ ഭാവി തകർത്തില്ലേ? സത്യത്തിൽ ഈ കോൺഗ്രസ് ഈ രമേശ് ചെന്നിത്തലയും ഈ VD സതീശനും ഇവരൊക്കെ കൂടിയല്ലേ ഇന്നിപ്പോ ഈ പാർട്ടിയെ ഇങ്ങനെ ആക്കിയോ? അതുകൊണ്ട് നോക്കിക്കോ, ഞാന് കോൺഗ്രസിലെ ഒരു ഉറച്ച ഒരു പിന്നെ ആളാ. കോൺഗ്രസ് പാർട്ടിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഞാൻ ഒരു ഉറച്ച ഒരാളാ. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ CPM-ന് വോട്ട് ചെയ്യും. CPM-ന് തന്നെ വോട്ട് ചെയ്യും. ഞാനല്ല, ഞങ്ങൾ കുറെ പേര് സ്ത്രീകൾ അതിനു വേണ്ടി ആലോചിക്കുന്നുണ്ട്. നമുക്ക് കാണാമല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിൽ സതീശൻ വലിയ മിടുക്കനായിട്ട് അയ്യോ അവര് പാർട്ടിയിൽ വരുന്ന തെറ്റിനെയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വലിയ ആള് കളിച്ച് മുൻപോട്ട് വന്നതല്ലേ. പക്ഷേ ഈ സതീശൻ പോലും ജയിക്കരുത്, ഈ സതീശനോ ചെന്നിത്തലയോ ജയിക്കരുത്. സത്യത്തിൽ അതാണ് സംഭവിക്കേണ്ടത്. അതാ സംഭവം. ഇനിയിപ്പോ അടുത്ത ഈ CPM പാർട്ടി തറ പറ്റി നിന്ന സമയമാണ്. സുഖമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കയറി പോകാമായിരുന്നു വൻ ഭൂരിപക്ഷത്തോടെ. പക്ഷേ മൂന്നാമത്തെ തവണയും ഇപ്പം പിണറായി തന്നെ അധികാരത്തിൽ വരും, മുഖ്യമന്ത്രിയാകും. ഇവരെന്നും ഇങ്ങനെ പ്രതിപക്ഷത്തിരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതൊന്ന് പറയാനായിട്ടാ സത്യത്തിൽ ഇന്നിപ്പോഴ് ഈ രാഹുലിനെ ഈ അവസ്ഥയിലാക്കിയത് ഈ കോൺഗ്രസ് പാർട്ടി മാത്രമാണ്. കണ്ടില്ലേ, വനിതാ മെമ്പർമാർ വരെ നേതാക്കൾ വരെ ഇങ്ങനെ അണിനിരന്ന് എല്ലാവരും കൂടി അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആരെക്കുറിച്ചും വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഇവരെടുത്ത തീരുമാനം അങ്ങേയറ്റം ശരിയാണോ? ഞാൻ മുംബൈയിൽ നിന്ന് വിളിക്കുകയാണ്. എന്റെ പേര് മനോജ് അയ്യനേത്ത് എന്നാണ്. ഈ അയ്യനത്ത് എന്നുള്ള പേര് സാഹിത്യ ലോകത്ത് നിങ്ങൾ കേട്ടിരിക്കുമെന്ന് കരുതുന്നു. കൊച്ചുമോനാണ് ഞാൻ. കല്യാൺ DCCയുടെ വൈസ് പ്രസിഡന്റ് മുംബൈ. ഞാനിപ്പോ സാറിന്റെ ന്യൂസുകളെല്ലാം കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നേരത്തെ വന്ന് അപ്രയം തിരുമേനിയുടെ ന്യൂസുകളൊക്കെ വെച്ചിരുന്നു. അപ്രയം തിരുമേനിയുടെ സഹോദരൻ കൂടിയാണ് ഞാൻ. ഞങ്ങളുടെ കുടുംബാംഗമാണ് അപ്രയം തിരുമേനി. പിന്നീട് പറയാം. ഞാൻ വിളിച്ചതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ന്യൂസ് കണ്ടു രാഹുൽ മാങ്കൂട്ടത്തെ അദ്ദേഹം അന്ന് ആദരിച്ചുകൊണ്ടിട്ട പോസ്റ്റുകളെല്ലാം വളരെ നല്ലതായിട്ട് തോന്നി. കാരണം എല്ലാ ചാനലുകാരും അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് അതിൻ്റെതായിട്ടുള്ള യാഥാർത്ഥ്യത്തിലുള്ള ഒരു മനുഷ്യനെ കൂടുതൽ ക്രൂശിക്കാതെ ന്യൂസ് ഇടുന്നത് വളരെ സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഒരു കാര്യം അത്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു പ്രാവശ്യം കണ്ടുപരിചയം 2019 പാർലമെന്റ് ഇലക്ഷന് ഞാൻ ആന്റണിയുടെ MP-യുടെ ഓഫീസർ. അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല അടുത്ത ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ബോംബെയിൽ എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ ഇദ്ദേഹത്തെ, അപ്പോൾ അന്ന് ഇദ്ദേഹം NSUവിന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ. എനിക്കപ്പോൾ വിസിറ്റിംഗ് കാർഡ് തരികയും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആൻഡോച്ചാൻ്റെ രാഷ്ട്രീയ സെക്രട്ടറിയും ആൻഡോച്ചാൻ്റെ മോനും ഞങ്ങളെല്ലാവരും എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അന്ന് കണ്ടപ്പോൾ അദ്ദേഹം വളരെ വ്യക്തിപരമായിട്ട് നല്ലൊരു ഇടപെടലാണ് എനിക്ക് കണ്ടതും മനസ്സിലാക്കിയതൊക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ച പിന്നീടാണ് പൂർവ്വമായി വളർച്ച ഉണ്ടായത്. അതിൽ സന്തോഷിക്കുന്നു. അദ്ദേഹത്തെ പോലൊരു നല്ലൊരു നേതാവിനെ, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഉണർവ് കൊടുത്തൊരു നേതാവിനെ ഇങ്ങനെ ഇത്രയധികം ഒരു സമീപനത്തോടു കൂടി പാർട്ടിയും കൈവിട്ടതിലൊക്കെ വളരെയധികം ദുഃഖമുണ്ട്.
ഒരു പത്തനംതിട്ട നിവാസി എന്ന രീതിയിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. അപ്പൊ എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഒരു പഴയ കാലത്തെ പത്തനംതിട്ട കാലിക്കറ്റ് കോളേജിൽ ഒരു KSU പ്രവർത്തകൻ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച KSUവിന്റെ സജീവ പ്രവർത്തനായിരുന്ന എന്നെ പോലുള്ള ഒരാളുടെയൊക്കെ ദുഃഖം ഇതൊക്കെയായിരുന്നു എന്നുള്ളത്. എനിക്കിപ്പോൾ 51 വയസ്സുണ്ട്. ഇത്തരം ഒരു നടപടി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനോട് യോജിക്കുന്നു? ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പേരിൽ വന്ന് നിയമപരമായിട്ട് ആരും വന്ന ഒരു കംപ്ലൈന്റ് ഒരു പെണ്ണോ പെടക്കുഴിയോ ആരും കൊടുത്തിട്ടില്ല. പക്ഷെ കൊടുക്കുവാണെന്ന് വരിയിൽ ഓക്കെ, അവർ ഈ ഒരു നടപടി എടുത്തതിൽ യോജിക്കായിരുന്നു. അദ്ദേഹത്തെ വേണമെന്ന് വരിയില്ല അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്നും ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുമായിരുന്നു, ഇപ്പൊ ഇടതുപക്ഷക്കാരൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പൊ ഇത് പാർട്ടിക്കാർ തന്നെ ഇദ്ദേഹത്തെ കൈവിട്ടപ്പോൾ തന്നെ പാർട്ടിക്ക് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബലഹീനത ഉണ്ടായിരിക്കുന്നത്. പക്ഷെ പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുള്ളത് കൊണ്ടും ജനാധിപത്യത്തെ മുറുകെ പിടിക്കുന്നത് കൊണ്ടും എല്ലാ വിഷയത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ പോകുന്നത് കൊണ്ടും അവര് ഈ ഒരു നടപടി എടുത്തു. അത് ഏത് രീതിയിൽ നടപടി, ഇതിനേക്കാളിലും കറപ്ഷൻസ് ആയിട്ടുള്ള ആൾക്കാർ കോൺഗ്രസ് പാർട്ടിയിലുമുണ്ട്, ഇടതുപക്ഷ പാർട്ടിയിലുമുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ, അതറിയാമല്ലോ. ആരും വിശുദ്ധരല്ല. എൻ്റെ അഭിപ്രായത്തിൽ ആരും വിശുദ്ധരല്ല. ഒരു നൂല് നുഴയാൻ സൂചി പ്രയത്നിക്കെങ്കിൽ മാത്രമേ അതിനകത്ത് നൂല് തുഴയത്തുണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് രണ്ടു കൂട്ടർക്കും അങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും രണ്ടു കൂട്ടർക്കും അതിൻ്റെതായിട്ടുള്ള തെറ്റിൽ നിന്ന് മുക്തനാക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു 2 സെക്കൻഡിൽ നശിക്കാൻ പറ്റും. എന്നാൽ ഒരാണ് വിചാരിച്ചാൽ മണിക്കൂർ കണക്കിന് ശ്രമിച്ചാലും നശിക്കാൻ പറ്റത്തില്ല. പെണ്ണിനുള്ള കഴിവ് ആണിനുള്ള കഴിവ്. പക്ഷേ ഇത് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ ലോകം ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്നു. എൻ്റെ പേര് കൃഷ്ണൻ. ഞാൻ കോൺഗ്രസിന്റെ അനുഭാവിയാണ്. 40 വർഷമായിട്ട് കോൺഗ്രസ് പൊട്ടന്മാരെപ്പോലെ ഉറങ്ങിക്കിടന്നൊരു പ്രസ്ഥാനമായിരുന്നു 10 കൊല്ലമായിട്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും ഷാഫി മേറ്റക്കോഴിനൊക്കെ വന്നതിന് ശേഷം ശരിക്കും കോൺഗ്രസ് ഉണ്ടായത് അറിഞ്ഞത് ജനങ്ങൾ. ദയവ് ചെയ്തിട്ട് ഈ മഹാപാതങ്ങളെ തിരിച്ചെടുത്താൽ മാത്രമേ കോൺഗ്രസ് അധികാരത്തിൽ വരുവുള്ളൂ, നന്നാവുള്ളൂ. അല്ലെങ്കിൽ നശിപ്പിക്കും വരും എല്ലാവരും കൂടെ. ഞങ്ങള് രാഹുൽ മാങ്കൂട്ടം ജയിപ്പിക്കാൻ വേണ്ടി വർക്ക് ചെയ്തൊക്കെ ആവുമ്പോഴൊക്കെ ഇവരങ്ങോട്ട് കാലഘട്ടം മാറിയ കോൺഗ്രസ് തേങ്ങ ഉടഞ്ഞ പോലെ പൊട്ടിക്കും. അതിന് സംശയമൊന്നും വേണ്ട. തേങ്ങയെടുത്ത് എങ്ങനെ പൊട്ടിപ്പോകുന്നു അതുപോലെ കോൺഗ്രസ് പൊട്ടിപ്പോകും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സതീശനും രാജശേഖരനെയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ BJPക്കാരും മറ്റേ മാർക്സിസ്റ്റുകാരും ഇവിടെ കാലുകുത്താൻ സമ്മതിക്കരുത് പറഞ്ഞാൽ ആദ്യം കാലുകുത്താൻ സമ്മതിക്കായിരിക്കും പിണറായി വിജയനും മുകേഷിനെയൊക്കെയാണ്. ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ പൈസ പിരിച്ചിട്ട് സ്വന്തം മകളെയും കാര്യം കൊണ്ട് ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് സേഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ പിണറായി വിജയൻ. അതിന് പ്രതികരിക്കണം, അതാ ശരി. അല്ലാതെ ഈ നിരവധിയായ പാദങ്ങളെ പ്രതികരിക്കാൻ അവരെ വേട്ടയാടാൻ അത് ആയമല്ല. അത് ഒരാണുങ്ങൾക്ക് ചേർന്ന ജോലിയല്ല. ഇന്ത്യയിൽ ആർക്ക് എവിടെ വേണമെങ്കിലും MLA ആയിട്ട് MP ആയിട്ടും മത്സരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇവർക്ക് ഇവിടെ പാലക്കാട് കാലുകുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവിടെ തറവടമൊന്നുമില്ലല്ലോ ആദ്യം. അപ്പോൾ അതിന് വേണ്ട ഒരു സംവിധാനം ഇപ്പൊ ഇരിക്കുന്ന ഈ സതീശൻ സാറ് മാറിയിട്ട് വേറെ ആർക്കും കഴിവുള്ളവർക്ക് സ്ഥാനം കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. ഞങ്ങളൊക്കെ അനുകൂലമല്ല സാറ്. ഞങ്ങളൊക്കെ നല്ലൊരു പ്രസ്ഥാനമുള്ള ആൾക്കാർ വരുന്നവരുടെ പ്രതീക്ഷയിലിരിക്കുന്നത്. ഇപ്പൊ ഷാഫി വന്നപ്പോഴാണ് പാലക്കാട് ഉണർന്നത്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തില്, മേത്തി കുഴൽനാടൻ, ഷാജി സാറ്, ഇവരൊക്കെ ഉള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസ് ഉണർന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് ഈ നാടകം കളിച്ചിട്ട് വീണ്ടും അധികാരം LDFിലേക്ക് പോകുകയാണെങ്കിൽ അത് നാശത്തിന്റെ വക്കിലേക്ക് തന്നെയാണ്. ഇപ്പോഴേ കഞ്ഞിയില്ല. ബംഗാളിലെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ നടിയിൽ നിന്ന് വരാറില്ലേ, പാലക്കാട് നടിയിലും ഹൈക്കോടതി എടുക്കാൻ തുടങ്ങി. അതുപോലെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ നടിയിലും ഹൈക്കോടതി എടുക്കേണ്ട തീയതി വരും 4 കൊല്ലം കഴിഞ്ഞാൽ. തിരുവനന്തപുരത്ത് നിന്ന് സുധ. ഈ VD സതീശനെ പറഞ്ഞയച്ചിട്ട് ആ കെ സുധാകരൻ വന്നിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു. ഈ VD സതീശനാണ് ഇതിനെല്ലാത്തിനും കാരണം. ഈ രാഹുലിനെ കുടുക്കിയത് VD സതീശനാണ്. അയാള് ഒരുത്തയും ആരെയും മുന്നോട്ട് പോവാൻ സമ്മതിക്കില്ല. ഈ രാഹുലിന് ഈ ഗതി വന്നത് ഇനിയും ഷാഫിയെയും ഈ VD സതീശൻ കൊടുക്കും. ആ VD സതീശനാണ് അവനെ മാറ്റിയാൽ മാത്രമേ ഈ കോൺഗ്രസ് നേരെ പോവുള്ളൂ. നമുക്ക് എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. ആ പാവപ്പെട്ട പയ്യനെ ഈ VD സതീശൻ കേക്ക് മുറിക്കുന്നതൊക്കെ സാറ് കണ്ടിരിക്കുമല്ലോ. ഈ VD സതീശനല്ലേ കൊടുക്കാനുള്ള ആദ്യം. VD സതീശൻ അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്ന രാഹുലിന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ രാഹുൽ അത് കേക്കുമായിരുന്നു. തെറ്റുണ്ടെങ്കിൽ അവൻ ഒരു പയ്യല്ല. ഞാനൊരു അമ്മയാണ്, 70 വയസ്സായ അമ്മയാണ്. അത് കാണുമ്പോ അത് വിഷമമുണ്ട് സാറേ. ശ്രീനിവാസനാ പയ്യന്നൂര്. ഈ രമേശ് ചെന്നിത്തല ഈ VD സതീശനാണ് കളിക്കുന്നത്. അവരെ എന്ന് പറഞ്ഞാല് കെ സുധാകരനെ ഒതുക്കിയതാ VD സതീശൻ.
അന്ന് ആ ചാനൽ ചർച്ചയിൽ ആ മൈക്കിന്റെ ഒരു സംഭവം ജനങ്ങൾക്കെല്ലാം അറിയാം. അടുത്ത കുപ്പായിട്ട് നടക്കിയ മുഖ്യമന്ത്രിയാണ്. അടുത്ത ഇത് ഭരണാദ്യം അവർ കൊണ്ടുപോകും, പിണറായി കൊണ്ടുപോകും, മൂന്നാമതും ഇവരെ കൊണ്ട് കളിച്ച് അവസാനം അയാളെ വായിലേക്ക് ഇത് കൊണ്ടുകൊടുക്കും. അത്ര സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഇവരൊരു ഗ്രൂപ്പുണ്ട്, KC വേണു, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇവർ മൂന്നാളാണ് കഴിക്കുന്നത്. ബാക്കി സീനിയർ നേതാക്കന്മാർക്ക് ഞാൻ കണ്ണൂരാ, KX സുധാകരൻ എന്ന് പറഞ്ഞ അയാളെ നേതാവാ. അയാൾ ഇപ്പൊ ഉണ്ടെന്നുണ്ടല്ല, അയാൾ ഒഴിവാക്കേണ്ട ഒരാവശ്യവും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇരിക്കുന്ന ആളെങ്ങനെ ഉണ്ട് ആ പദവിയില്? അയാള് നല്ല മനുഷ്യനാണ്, പക്ഷെ അയാൾ എന്റെ നാട്ടുകാരനാണ്. അയാൾ ഇനി പോരാ, KPC പ്രസിഡന്റ് എന്ന പോരാ. അയാൾ പള്ളിയിലത്തങ്ങൾ ആവാൻ കൊള്ളൂ, അങ്ങനെ പറ്റൂല. അയാൾ എന്റെ നാട്ടുകാരനാണ്, എനിക്കറിയുന്ന. DCC പ്രസിഡന്റ് ആവുമ്പോ നമ്മളെ ആളെല്ലാം നമുക്കറിയുന്നതാണ്. അയാളെ തീരെ പോരാ. ആള് പാവാണ്, ആള് നല്ല ഒരു അറിവില്ല ആളാണ്, വക്കീലാണ്, എല്ലാം തന്നെ. ഒരു KPCC പ്രസിഡന്റിന് ഒരു ഇതില്ല അയാൾക്ക്. അയാളൊക്കെ മാറ്റേണ്ട ഒരാൾക്ക് ഇപ്പോഴായിട്ട് ഇതെല്ലാം കൊണ്ട് കൊടുത്തു. എങ്ങൊന്നും കിട്ടൂല. എങ്ങനെയായാലും ഒരു 75 സീറ്റ് അവർക്ക് കിട്ടും CPM. ആ നിലയിൽ അതിന് പോകും. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം എന്തൊക്കെ ആക്കി. ഇവര് സീനിയർ നേതാക്കളാണ്. K മുരളീധരൻ, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മറ്റേ K സുധാകരൻ, ഇവരെല്ലാം നല്ല നേതാക്കന്മാരായി ഇപ്പം. ഈ KC വേണമെന്ന് പറഞ്ഞാൽ എന്റെ നാട്ടുകാരനാ, ഒരു വസ്തുവിനെ ഉള്ളൂല. അതെ പോയിട്ട് രാഹുൽ ഗാന്ധിക്ക് പറ്റി നോക്കിയായിരുന്നു. അയാൾ നല്ല മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. അയാളൊക്കെ പോയിട്ട് വയ്യ നടന്നിട്ട് ആയതല്ലേ, ഓരോ കാര്യമില്ല പുള്ളീനെ കൊണ്ടൊന്നും. നമ്മളെ നാട്ടിലൊന്നും പുള്ളീനെ ഇഷ്ടമല്ല എന്നൊന്നും ഒന്നും ആർക്കും. പക്ഷെ ഇയാൾ നല്ല നേതാവാ K സുധാകരൻ. അയാൾ ഇന്നും കണ്ണൂരൊന്നും അയാളൊന്നും അനങ്ങില്ല, എല്ലാ അയാളെ പിന്നില്ലല്ലേ, എങ്ങനെ കണ്ടിട്ടില്ലേ? അയാൾ ഇന്നും നല്ല നേതാവ്. അയാളിപ്പം ഇവരെ കണ്ടിട്ട് ഇപ്പം അടുത്തിട്ടായിട്ട് നാട്ടിട്ട് ഈ നിലയിൽ പോയാല് കാര്യം പോക്ക. അതുകൊണ്ട് പറയുന്നതാ. ഇപ്പോഴെന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ നടക്കുന്ന ഷാഫി പറമ്പിലിനെ തടഞ്ഞത് നീയാണ്. അയാൾ K സുധാകരനാണെങ്കിൽ എന്നൊരു ഇതായില്ല. ഇയാളെ വാർത്താ സമ്മേളനം കണ്ടിട്ടില്ലേ, മറ്റേ സണ്ണി ജോസഫിന്റെ പള്ളിയിലച്ഛൻ പറയും പോലെ. റാന്നി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് KG ജോർജ് എന്നാണ്. ഞാൻ വടശ്ശേരിക്കര മണ്ഡലം, ഞാനിപ്പോൾ 68 വയസ്സായി. എൻ്റെ ചെറുപ്പത്തിൽ റാന്നി കോളേജിലെ യൂത്ത് KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് 3 വർഷം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. വടശ്ശേരിക്കര മണ്ഡലത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടും ഡിഗ്രി പഠിച്ചിരുന്ന കാലത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. രാജീവ് എബ്രഹാം MLA, സാബു ഐക്കൂശി എല്ലാം എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. അഡ്വക്കേറ്റ് വിജയൻ നായരല്ല ഡിഗ്രിക്ക്. ഇപ്പോൾ റാന്നി വീട് വെച്ച് താമസിക്കുകയാണ്. അപ്പം എനിക്ക് ഒരു മുൻ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സെൽഫ് ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം. സെൽഫ് ഗോൾ, അതായത് നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ചൊല്ലാണ്, ആഞ്ഞിലിച്ചക്ക പഴുക്കുമ്പോൾ കാക്കയുടെ വായിൽ പുണ്ണാണ്. പത്തനംതിട്ട ജില്ല മാത്രമല്ല, മലയാളികൾക്കെല്ലാം അറിയാവുന്ന ഒരു പഴഞ്ചൊല്ല അത്. എന്തായാലും അതുപോലെ ഞാനിത് പറയാൻ കാര്യം, ഈ ഇതിനകത്ത് ഒരു അക്യൂസേഷൻ ഉണ്ടല്ലോ, ആ പെങ്കൊച്ച് ഗർഭമാണ്, എന്നെ കൊല്ലുമോ എന്ന് അവർ ആ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ സംസാരിക്കുമ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ്, അയ്യോ നിന്നെ കൊല്ലാൻ തന്നെ എനിക്ക് എത്ര നേരം വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവന്നില്ല. ഈ മരമണ്ടന്മാർക്ക് മലയാളം അറിയത്തില്ലയോ? അതിന്റെ അർത്ഥം നിന്നെ കൊല്ലാൻ എനിക്ക് യാതൊരു പദ്ധതി ഇല്ല, നീ അങ്ങനെ പേടിക്കേണ്ട, അങ്ങനെ എന്നാണ് ആക്ച്വലി അതിന്റെ മീനിങ്. ഈ നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം ഇത് കൊളോക്കിയൽ ലാംഗ്വേജ് ആയതുകൊണ്ട് അതിന്റെ മീനിങ് എല്ലാവർക്കും അറിയാം. അവനും കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാണല്ലേ വലിയ ഈ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് അവനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത്. ഫാൾസ് ആയിട്ടുള്ള പ്രോപ്പഗാൻഡയാണ് ഈ കൊളോക്കിയൽ ലാംഗ്വേജിൽ. ആ പത്തനംതിട്ടക്കാരനല്ലേ അടൂരല്ലേ പയ്യന്, ഈ നമ്മുടെ ഈ ചെറുപ്പക്കാരൻ മാങ്കൂട്ടം പറഞ്ഞ എന്തോ, നിന്നെ കൊല്ലാൻ അന്ന് എനിക്ക് എത്ര നേരം വേണമെന്ന് ചോദിച്ചു. ആ ചോദിക്കുന്നതിന്റെ ഉത്തരം എന്തോ, ഞാൻ കൊല്ലാൻ എനിക്ക് യാതൊരു പദ്ധതി ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര നേരം വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ യാതൊരു പദ്ധതി ഇല്ല എന്നുള്ള ആക്ച്വൽ ഈ മീനിങ്. ഇവരത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ആൾക്കാർ മുഴുവൻ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവനെ വലിയ എം നമ്പ്യാരെ പോലെ വലിയ കള്ളനായി, വലിയ കൊലപാതകമായിട്ട് ആ രീതിയിലുള്ള ഒരു ചിത്രീകരണമാണ് നടന്നത്. ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ അത് ആക്ച്വലി കറക്ഷൻ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇനി ഈ പയ്യനെ ഞാൻ ചോദിക്കുകയാണ്, അവന് 35 വയസ്സ് ഇപ്പോൾ ഉണ്ട്, നല്ല സ്മാർട്ട്, വളരെ ഈ പാർട്ടിയെ വളരെ വീക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അടുത്ത യാതൊരു ചാൻസും ഇല്ലാത്ത സമയത്ത് കേരളം മുഴുവൻ നടന്ന് നല്ലതായിട്ട് പ്രചരണം ചെയ്ത അവൻ്റെ പ്രസംഗങ്ങളും TV ഡിബേറ്റുകളൊക്കെ ഒരു വിധത്തിൽ എല്ലാവരും പറയുന്ന, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, പ്രത്യേകിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല.
പുനർജന്മം കൊടുത്ത പോലെ തന്നെ പാർട്ടിയെ റീകണ്ടീഷൻ ചെയ്ത് റീബിൽഡ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്, ചെറുപ്പക്കാരനാണ്. അവനെ പോലുള്ള ആൾക്കാർ കയറി വന്നില്ല എങ്കിൽ ഈ പാർട്ടിയുടെ ഭാവി എന്താവും? കേരളം തകർന്ന് തരിപ്പണമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇപ്പൊ രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തേന് ഇവര് തന്നെ ഒപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി എനിക്കറിയത്തില്ല, ഇപ്പൊ ഇരിക്കുന്ന നേതൃത്വത്തിലെ മുഖ്യമായ ആൾക്കാര് ഇവനെ പാർട്ടിയിൽ നിന്ന് എടുത്ത് കളഞ്ഞുകൊണ്ട് ചിലപ്പോ വല്ല പിണറായിയുടെ അവിടുന്ന് ഭയങ്കര കിക്ക് ബാക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവാം. ഈ അടുത്ത ഭരണത്തിൽ വരണ്ടെന്ന് അതിലും സുഖമായിട്ട് സ്വിസ് ബാങ്കിലോ ഒക്കെ നല്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടെന്ന് വെച്ച് ഒന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള നടുവൊടിക്കുന്ന ഒരു പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്. അവനെ എത്ര വേഗം തിരിച്ചെടുത്ത് അവന്റെ പ്രസംഗങ്ങളും TV ഡിബേറ്റ്സുകളും ഒക്കെ എത്ര ലൈവ്ലി, ഏതേലും ഒരു ചെറുപ്പക്കാർ ഷാഫി ഒഴിച്ച് ഇപ്പൊ ഒരുപാട് യങ് ലീഡേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഈ മാങ്കൂട്ടത്തിനെക്കാട്ടി ബെറ്റർ എന്ന് പറയത്തക്കോണം ഷാഫി മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ ഇതുപോലത്തെ നല്ല? അതായത് TV ഡിബേറ്റ് പ്രത്യേകിച്ച് എത്ര ഷാർപ്പായിട്ടാണ് ഡിബേറ്റുകളെ അവൻ കൈകാര്യം ചെയ്തിരുന്നത്. ഇത്ര പ്രയാസമുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഓടിച്ച് മടക്കി ഓപ്പോസിഷൻ BJP-കാരനായാലും ശരി, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നാലും ശരി, ആരായാലും രാഷ്ട്രീയമായിട്ട് അന്തസ്സായിട്ട് വളരെ മാന്യമായ രീതിയിലുള്ള ബുദ്ധിപരമായിട്ടുള്ള കൗണ്ടർ അറ്റാക്സ് ആണ് അവൻ ചെയ്ത് ഓടിച്ച് മടക്കിയെടുത്ത് സ്ക്രാപ്പ് യാർഡിൽ കളഞ്ഞ പോലെ തന്നെ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഇല്ലായ്മ ആക്കിയിട്ട് ഇവർ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ എത്ര പേര് വോട്ട് ചെയ്യും? 50% ആൾ പോലും അടുത്ത ഇലക്ഷനിൽ ഇവർക്ക് വോട്ട് ചെയ്തില്ല. നമ്മൾ വിചാരിക്കും VD സതീശൻ മുഖ്യമന്ത്രിയാകാവുന്നത് ഏറ്റുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന് 50 സീറ്റ് 60 സീറ്റിൽ കൂടുതൽ 50-55 സീറ്റിൽ കൂടുതൽ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. എങ്ങനെ കിട്ടും? മെയിനായിട്ടുള്ള ആളിനെ നടുവൊടിച്ചിട്ടിരിക്കുകയാണ്. അവനെ തിരിച്ച് എത്രയും വേഗം പാർട്ടിയിൽ എടുത്ത് പഴയതിനെക്കാട്ടിലും ഫോമിൽ കൊണ്ട് ഇടതുകാരെ കണ്ടുപിടിക്കണം. അവരുടെ പ്രശ്നങ്ങൾ എത്ര പെണ്ണ് പ്രശ്നങ്ങളിലുള്ള ഉള്ളവരാ ഭരിക്കുന്ന കേരളത്തിന്. ഇവരിപ്പം മന്ത്രിമാർ 2, മറ്റു MLA-മാര് എത്ര പേര്. BJP-യുടെ ഒരു നേതാവ് പാലക്കാട് അവിടെ ഇദ്ദേഹത്തിന് എതിരായിട്ട് മത്സരിച്ച കക്ഷിയുണ്ടല്ലോ, നല്ല യോഗ്യനായിട്ടിരിക്കുന്നത്. അയാൾ കാണിച്ചിരിക്കുന്നത് ഈ ലൈംഗിക ആക്രമണം കാണിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് ഡൗട്ടാണ്. പക്ഷെ അയാള് ഒരു നായർ തറവാട്ടിലെ ഒരു മനുഷ്യനല്ലേ ആ കാൻഡിഡേറ്റ്, ആ BJP കാൻഡിഡേറ്റ്, അയാളെ കുറിച്ച് അയാളുടെ വൈഫിന്റെ ക്ലോസ് റിലേറ്റീവ് ആ സ്ത്രീ വല്ല മറ്റ് ഏതോ ജാതിയിലോ മതത്തിലോ ഉള്ള ഒരാളിനെ വിവാഹം കഴിച്ച് പോയപ്പോഴത്തേക്ക് അവരുടെ പേരൻസിനെ കയ്യിലെടുത്തുകൊണ്ട് ആ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റുക എന്നുള്ള പദമില്ലേ ചെയ്ത്. അതാ ഇങ്ങനെ അടിച്ചു മാറ്റുന്ന സ്വഭാവമുള്ളവർ ഈ നാടിനെ ഭരിക്കാൻ യോഗ്യതയുള്ളവരാണോ? ആരെങ്കിലും എനിക്കൊന്നുമില്ല. അതൊന്നും ഈ ലൈംഗിക ആക്രമണം ചിലപ്പോൾ ഒരു പക്ഷേ നേരായിരിക്കില്ല. കാരണം അയാളുടെ വൈഫിന്റെ ഫസ്റ്റ് കസിൻ പോലും ആയിരിക്കണം, അത്ര ക്ലോസ് റിലേറ്റീവാ. അപ്പോൾ അത് അതിനെക്കാട്ടിൽ മുഖ്യമായിട്ട് ഞാൻ കരുതുന്നത് അത് അന്തസ്സില്ലാത്ത വേലയില്ലേ. അത് ആ സ്വത്ത് തിരിച്ചെഴുതി കൊടുക്കുകയല്ലേ അന്തസ്സുള്ളവർ ചെയ്യേണ്ടത്. അയാൾ അച്ഛനും അമ്മയും എഴുതി ഇയാൾക്ക് ഇടമായിരിക്കോ ഇയാൾക്കോ അങ്ങോട്ട് കൊടുത്തു, അത് അടിച്ചു മാറ്റിയല്ലേ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ളവരപ്പോൾ നാളെ അധികാരത്തിൽ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അടിച്ചു മാറ്റുന്ന സ്വഭാവമുള്ളവരെ ലീഡർഷിപ്പിലേക്ക് കൊള്ളാമോ? ഇപ്പോഴത്തെ സംഭവ വികാസം കണ്ടിട്ട് വിളിക്കുകയാണ്. എന്തായാലും ഇതിപ്പം നമ്മൾ മറ്റാരെയും കുറ്റം പറയേണ്ട, ഇത് കോൺഗ്രസിന്റെ തന്നെ ഒരു ക്രിയേഷനാണ്. ഈ സതീശനും ഈ രമേശിന്റെയും മുരളിയും ഒക്കെ കൂടെയുള്ള കളിയായത്. ഇത് വെറും മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഒരു കളിയാണ്. അതിനെന്താ അടുത്ത പ്രാവശ്യം ഇവന്മാര് 3 തോക്കുമല്ലോ, പിന്നെ എങ്ങനെ മുഖ്യമന്ത്രിയാകുന്നത്? ആദ്യം വോട്ട് ജയിച്ച് കൂടുതൽ MLA-മാരെ ഉണ്ടാക്കി വന്നിട്ട് അത് ഈ കഴിവുള്ളവൻ മുഖ്യമന്ത്രി ആകുമല്ലോ. എത്ര ആളെ ചാടിയാലും ഹൈക്കമാൻഡൂടെ തീരുമാനിക്കണമല്ലോ. അല്ലാതെ ഇപ്പൊ ആരൊക്കെ കുപ്പായം തയ്ച്ചാലും ഒരു പ്രയോജനവും ഇല്ലല്ലോ. ആദ്യം നമുക്ക് ചുമരുണ്ടാക്കണ്ടേ? ചുമരുണ്ടാക്കിയിട്ടില്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ വായി നോക്കിയാൽ ഈ ഉള്ള ചുമർ ഇടിച്ചു കളഞ്ഞേച്ച് ഇമ്മരെങ്ങനെ മുഖ്യമന്ത്രിയാകാൻ വരുന്നത്? ആളും ബലവും ഉണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി മജോറിറ്റി അധികാരത്തിൽ വന്നെങ്കിലല്ലാതെ ഉള്ളൂ. അത് ഘടകകക്ഷികളുടെ പിന്തുണ വേണം, മറ്റേ വേണം, മറിച്ചേ വേണം, പിന്നല്ലയോ മുഖ്യമന്ത്രിയാകുന്നത്. പിന്നെ എനിക്കിപ്പോൾ മനസ്സിലാകാത്തൊരു കാര്യം, ഒരാർജവത്തോട് സംസാരിച്ച കൊള്ളനാടനൊക്കെ ഇപ്പോൾ സൈലന്റ് ആയതിന് ഉദ്ദേശം, അപ്പൊ ഇവരുടെയൊക്കെ പുറകെ ബിനാമികളുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ സമ്പത്തിന്റെ വശങ്ങള് പിണറായിക്കറിയാം. അല്ലെ ആഞ്ഞടിച്ച പിണറായി കൊള്ളനാടനൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന കോംപ്രമൈസ് ആയിട്ടുണ്ട്.
അവർ സതീശനും രമേശനും ഒക്കെ ഇവരുടെ ബിനാമി സ്വത്തുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കളിയായത്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ സതീശനും രമേശനും ഈ പിണറായിയുടെ ഏജന്റാ. ഇതിന്റെയൊക്കെ വലിയ സ്വത്തുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഇവന്മാര് ഈ ബിനാമികള് ഇവിടെ കണ്ടമാനമുണ്ടല്ലോ. അത് നമുക്കൊക്കെ അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം വേണ്ട ഇടുക്കിയുള്ള പൈലി യൂത്ത് കോൺഗ്രസ്സുകാരൻ കൊന്നെന്നും പറഞ്ഞ് എന്തോ ഒരു ബഹളമായിരുന്നു. എന്നാൽ സുധാകരൻ നേരിട്ടാവുള്ള ആ മനുഷ്യൻ അറിഞ്ഞതുമല്ല, അയാൾ നിരപരാധിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് ഇവനൊക്കെ ഈ മണുമണാഞ്ചൻ ഈ സണ്ണി ജോസഫ് ഒക്കെ ആയിരുന്നെങ്കിൽ അവനെ ഒറ്റപ്പെടുത്തിയേനെ. അന്ന് സുധാകരന്റെ ഒറ്റ കഴിവുകൊണ്ട് തെളിവുകൊണ്ടേ കൊണ്ടുവരാൻ പറഞ്ഞു. കുത്തിയത് ആമാര് തന്നെയാ, പാർട്ടിപ്പെട്ടവർ തന്നെയാ. അത് തെളിയിച്ചു കൊടുത്തു. അതിന് സാവകാശം വേണ്ടേ? ഇവന്മാർക്ക് ഇത്ര ധൃതി എന്തുമായിരുന്നു? കേട്ട പാടി കേൾക്കാത്ത പാടി ഇതിന് ആക്ഷൻ എടുക്കാനായിട്ട്. ഇപ്പൊ എന്താ സംഭവിക്കുന്നു? ഇപ്പം ആർക്കും ഒരു പരാതിക്കും ഉടയവനില്ല. വായുവിലാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ ആരാ ഉത്തരവാദികള്? അങ്ങനെ വന്ന കേരളത്തിൽ ഓരോരുത്തരും അവരോരങ്ങ് ന്യായാധിപനായാൽ മതിയല്ലോ. കോടതിയും പോലീസും ഒന്നും പിരിച്ചുവിടാൻ പറ. വെറുതെ ഇതിനായി നാട്ടുകാരുടെ പൈസ കൊടുക്കുന്നത്. കോടതിയൊന്നും വേണ്ടല്ലോ. ആര് പറഞ്ഞ്? ജനങ്ങൾ പറയുക. മാധ്യമക്കാർ പറയാം അവൻ കുറ്റക്കാരനാ, പുറത്താക്കുക. ഇവർക്ക് എത്ര, അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പ് എത്ര അലിഗേഷൻ ഉണ്ടായി? സരിത, KC വേണുഗോപാല്, അടൂർ പ്രകാശ്, ഹൈബി ഈഡന്, ഇങ്ങിയ മാറ്റം വന്ന ജോസ് കെ മാണിയുടെ പീഡനത്തെ പറ്റി സരിതാനെ വിശദീകരിച്ച് നല്ല സാഹിത്യപരമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് ആരും റിസൈൻ ചെയ്തില്ലല്ലോ. ആരുടെയും അംഗത്വം ക്യാൻസൽ ചെയ്തില്ലല്ലോ. അതെന്താ ചെയ്യാഞ്ഞത്? അല്ല പിന്നെ ആരെപ്പറ്റി എന്തെല്ലാം അലിഗേഷൻ പറഞ്ഞവരെല്ലാം സസ്പെൻഡ് ചെയ്തു. ഈ കാണിച്ച് മക വൃത്തികേടായി പോയി. അവനെ പാർട്ടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ വാദം കൂടെ കേട്ടിട്ട്, അല്ലെങ്കിൽ തന്നെ ഇവ 2-4 വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഇപ്പം കൊണ്ട് അലക്കുന്നതിന് ഉദ്ദേശം എന്തുവാ? ഇത് ഈ സതീശനും രമേശനും ഈ മുരളി എന്ന് പറയുന്നവനും അവനെ ഇഷ്ടമായിരുന്നു. ഇവനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. മുരളിയെ നല്ല ഇഷ്ടം. പക്ഷെ അവനെ ഈ ഒരു കാപട്യം അവന്റെ കയ്യിലുള്ളത്. അവൻ പറയുന്ന പോലെ അല്ല മനസ്സിൽ. അതുകൊണ്ട് അവനെ ഞാൻ വെറുത്തു. സുധാകരൻ നല്ലതായിരുന്നു. പക്ഷെ ഇപ്പം പ്രായമായപ്പോൾ ഓർമ്മയൊന്നുമില്ല. പത്രക്കാർ ചോദിക്കുന്നില്ല മറുപടി പറയുന്നത്. നിഷ്കളങ്കമായിട്ട് അങ്ങ് വിളിച്ച് പറഞ്ഞു കളി. അങ്ങനെ ഒരു ദോഷമുണ്ട് ഇപ്പം പുള്ളിക്ക്. ഇല്ലെങ്കിൽ സുധാകരനെ വെല്ലാൻ ആരുമില്ലായിരുന്നു. അയാളെയും മാറ്റി കോൺഗ്രസ് ഒരു അനാഥമായി നോക്കിക്കും. അടുത്ത പ്രാവശ്യം കിട്ടത്തില്ല. അത് ഇവന്മാരെ ഈ പിണറായി എന്തോ ഇവന്മാരെ ട്രാപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് മിണ്ടാട്ടമില്ല. അടുത്ത പ്രാവശ്യം ഒരു കാരണവശാലും ഇവർക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ എഴുതി വെച്ചു. അപ്പൊ അതുകൊണ്ട് പിന്നെ ശരിക്കും മനസ്സിലാകാത്ത ഇതിനായി വെറുതെ രാഹുൽ ഗാന്ധി ഈ വെയിലും കൊണ്ട് നടക്കുന്നത്. സ്വന്തം വീട് നന്നാക്കാൻ വയ്യാത്തവനെ ഇത് കേരളത്തിലെ ഉറച്ച കോട്ടയായി UDF-ന്റെ അത് നശിപ്പിച്ചിട്ട് അയാൾ ബംഗാളിൽ എന്ത് കോപ്പുണ്ടാക്കാനാ? വേറെ പണിയൊന്നുമില്ലയോ? ഇവിടെ ഇവന്മാര് മുടിക്കുക, അയാൾ അവിടെ കിടന്ന് വെയിൽ കൊള്ളുക, നാട്ടുകാരുടെ ചീത്തയും കേൾക്കുക. വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യം. സുനിസാനെ അഭിനന്ദിക്കുന്ന ധൈര്യമായിട്ട് ഇറങ്ങിയല്ലോ. ഒരു ഷാജൻ നടക്കുന്ന പോയി നോക്കി. അവനെ ആൾക്കാർ റേറ്റ് കൂട്ടാൻ വേണ്ടി അവസരം പോത്ത്. അവന് തനി വർഗീയവാദി BJP-കാരനുമാണ്. ഞാനൊന്നും ആദ്യം അത്രയും വിചാരിച്ചില്ല. പിന്നെ എനിക്കത് മനസ്സിലായി തുടങ്ങി. നിങ്ങൾ കാണിക്കുന്ന ഈ ആർജവത്വം ഉണ്ടല്ലോ, വളരെ വലുതാ, ഒരു സമൂഹത്തിന് വേണ്ടിയുള്ളതാ. പക്ഷെ ഇമാരി സതീശനും രമേശനും ഈ മുരളിയെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഈ ചെറു സെറ്റുകളെ എന്തിനാ ഇത്ര പേടിച്ച് നിൽക്കുന്നേ? ഈ ചെറുപ്പക്കാർ MLA-മാര് അവർ നിമിത്തമല്ലേ ഈ കോൺഗ്രസ് ഉണർവുണ്ടായത്? അവരെന്തിനാ ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നത്? കൊഴൽനാടനൊക്കെ ഇപ്പൊ സൈലന്റ് ആയല്ലോ. എനിക്ക് തോന്നുന്നു അയാളും കോംപ്രമൈസ് ആയി. പലതും മറച്ചു വെക്കാനുണ്ടായേക്കും. അല്ലെങ്കിൽ അയാളൊന്നും ഇങ്ങനെ മിനിഞ്ഞാത്തൊരു പത്രവാർത്തത്തിന് മമ്മമ്മ പറയുന്നത് കേട്ടു. ഇതിനൊക്കെ നാണമില്ലല്ലോ ഈ സമയത്ത് ജനിക്കാത്ത ഈ വായി നോക്കികള്. ഇവനെയൊക്കെ കോൺഗ്രസ് എന്നല്ല ഈ പുല്ല് പ്രസ്ഥാനത്തെ കേരളത്തിൽ വേണ്ട. അത് ശക്തമായിട്ട് നിങ്ങൾ പറഞ്ഞു. എല്ലാ സപ്പോർട്ടും ഉണ്ട്. MM ഹസന്റെയും അടൂർ പ്രകാശിന്റെയും നിലപാടിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ITV ന്യൂസ്, റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു.